Thank you, ma'am. Thank you. So shall we start? Yes, we can. Thank you very much, ma'am. You're welcome. Hello, everyone. Wishing each and every one of you a very good evening. എൻ്റെ പേര് എലിസബത്ത് സൂസൻ വാളക്കുഴി. ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ്, കൂടാതെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് ആൻഡ് ട്രെയിനറാണ്. ഗ്രേസ് കൗൺസിലിംഗ് സർവീസസ് എന്ന പേരിൽ കൗൺസിലിംഗ് സർവീസസ് എടുക്കുന്നു. എൻ്റെ സ്ഥലം കലൂർ, കൊച്ചിയിലാണ്. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് വിംബിൾ അക്കാഡമിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന ട്രെയിനേഴ്സ് ടോക്ക് എന്ന പ്ലാറ്റ്ഫോമിലാണ്. പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണ് ഇവിടെ ട്രെയിനിങ് എടുക്കാനായിട്ട്, സെഷൻസ് എടുക്കാനായിട്ട് എത്തുന്നത്. ടീച്ചിങ് പ്രൊഫഷനിൽ നിന്നും റിട്ടയർമെന്റ് എടുത്തതിന് ശേഷമാണ് ഞാൻ സൈക്കോളജി ഫീൽഡിലേക്ക് വന്നത്. അതായത് ഒരു കൗൺസിലർ ആകണം എന്നുള്ള എൻ്റെ മോഹം സഫലീകരിക്കാനായിട്ടായിരുന്നു അത്. അങ്ങനെ ഞാൻ മാസ്റ്റർ ഓഫ് സൈക്കോളജി എടുത്തു. അതിനുശേഷം വിംബിൾ അക്കാഡമിയിൽ നിന്ന് സൈക്കോ തെറാപ്പിയുടെ വിവിധ തരം കോഴ്സുകൾ എടുത്ത് അതിൽ കൂടുതൽ അറിവുകൾ സമ്പാദിച്ചു. അപ്പോൾ അങ്ങനെ ആ ഗ്രൂപ്പിൽ നിന്നാണ് ട്രെയിൻ ദ ട്രെയിനേഴ്സ് കോഴ്സ് എന്നതിനെ പറ്റി കൂടുതൽ അറിയാനിടയായതും അങ്ങനെ അത് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് എന്നെ തീർച്ചയായും സഹായിക്കുമെന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ ഞാൻ 23rd ബാച്ചിൽ ജോയിൻ ചെയ്തു. ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ഫൈസൽ സാറിന്റെ നേതൃത്വത്തിൽ അർച്ചന മാമിന്റെ മെന്ററിങ്ങിൽ വളരെ മനോഹരമായിട്ട് ആ യാത്ര തുടരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് നല്ല ഗൈഡൻസും മെന്ററിങ്ങും കറക്ഷൻസും ഒക്കെ അതത് സമയത്ത് തന്ന് ഞങ്ങളുടെ യാത്രയെ ഫൈസൽ സാറും അർച്ചന മാമും മുന്നോട്ട് നയിക്കുകയാണ്. ഈ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ക്ലാസ്സസും മാത്രമല്ല അവിടെ ഉള്ളത്, ഗൈഡൻസും ക്ലാസ്സസും മാത്രമല്ല, ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ ഓറിയന്റഡ്. നമ്മൾക്ക് ചെറുതും വലുതുമായ സെഷൻസ് എടുക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഇവിടെ വിംബിളിന്റെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കോൺഫിഡൻസ് അതിലൂടെ വളർത്തുവാനും നമുക്ക് സാധിക്കും. അങ്ങനെ വിംബിളിന്റെ ഈ ട്രെയിൻ ദ ട്രെയിനർ കോഴ്സ് എന്ന് പറയുന്നത് ഞാൻ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു. അതെന്നെ ഒത്തിരി വളർത്തുന്നതിനെ സഹായിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തോടെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അതായത് മെന്റൽ ഹെൽത്ത്. ലോകം അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് കൂടുതലായി സമ്മർദ്ദങ്ങളും ആശങ്കകളും പ്രതീക്ഷകളും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആരോഗ്യം സംരക്ഷിക്കുക എന്നത് ഏറ്റവും പ്രാധാന്യമുള്ളത് തന്നെയാണ്, അല്ലേ? അതായത് ശാരീരിക ആരോഗ്യത്തോടൊപ്പം മാനസിക ആരോഗ്യവും ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. നാം എങ്ങനെ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, പെരുമാറുന്നു, സമ്മർദ്ദങ്ങളെ നമ്മൾ എങ്ങനെ നേരിടുന്നു, അതുപോലെ നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ എങ്ങനെ നിലനിർത്തുന്നു, ഇവയൊക്കെ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ തീർച്ചയായും സ്വാധീനിക്കുന്നതാണ്. ഈ സുപ്രധാന വിഷയത്തെ പറ്റി ഇന്ന് നമ്മളോട് കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാനും അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കി തരുവാനുമായിട്ട് ഏറ്റവും അനുയോജ്യയായ ഒരാളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് മിസ്സസ് രശ്മി ജോയ് പുറക്കാടൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ചൈൽഡ് ആൻഡ് അഡോളസെന്റ് കൗൺസിലറുമാണ്. മാമിന്റെ സ്ഥലം എറണാകുളമാണ്, പക്ഷെ ഇപ്പോൾ ഫാമിലിയോടുകൂടി ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആണ്. മാമിന്റെ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ സോഷ്യൽ വർക്ക് ആൻഡ് കൗൺസിലിംഗ് പ്രാക്ടീസസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ചൈൽഡ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ക്ലിനിക്കൽ സൈക്കോളജി ആൻഡ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി. ഈ സെഷനിൽ കൂടി മെന്റൽ ഹെൽത്തിനെ പറ്റി നല്ല ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള സ്റ്റിഗ്മ കുറയ്ക്കുന്നതിനും കൂടാതെ ഇമോഷണൽ ബാലൻസ്, റെസിലിയൻസും ഒക്കെ വളർത്തുവാനുമുള്ള പ്രായോഗിക മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും മാം റെഡിയാണ്. അപ്പോൾ മാമിനെ ഞാൻ ഈ സെഷനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് ഈ സെഷനിൽ പങ്കുചേരാൻ വന്നിരിക്കുന്ന നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
Resmi ma'am, now the platform is all yours. I cordially invite you to proceed with the session. Thank you. Thank you, Susan ma'am. സൂസൻ മാം നല്ലൊരു ഇൻട്രോ തന്നതിന് താങ്ക് യു. ഒരു തിരുത്തൽ, ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ല, ഞാൻ സൈക്കോളജിയിൽ മാസ്റ്റേഴ്സ് ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ടെങ്കിൽ MPhil യൂസ് ചെയ്താൽ മാത്രമേ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് യൂസ് ചെയ്തുള്ളൂ. അതുകൊണ്ട് ഞാൻ സൗണ്ടിന് പറഞ്ഞത്. ഇച്ചിരി വ്യത്യാസം കുറവുണ്ടോ? ആണോ? എനിക്ക് മാത്രമാണോ? സൗണ്ട് കുറവുണ്ടോ? എനിക്കങ്ങനെ തോന്നി. വേറെ ആർക്കെങ്കിലും തോന്നിയോ? എന്തോ സൗണ്ട് കുറവുണ്ട്. കുറവുണ്ടെന്ന് പറയുന്നു കേട്ടോ, ഒന്ന് നോക്കുവോ? ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ? ആ, ഇപ്പൊ ഓക്കെയാ. ഓക്കെയാണ്. നേരത്തെ പറഞ്ഞത് കേൾക്കുന്നില്ലായിരുന്നു. ആണോ? ഇപ്പൊ എല്ലാവർക്കും കേൾക്കാലോ? ആ, കേൾക്കാം. കേൾക്കാം. ഓക്കെ, ഗുഡ് ഈവനിങ്. ഇന്ന് നിങ്ങൾക്കൊക്കെ സന്തോഷം ഉണ്ടായ ഒരു കാര്യം ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇന്ന് ഇപ്പൊ രാവിലെ തൊട്ട് ഇവൻ നമുക്ക് എക്സസൈസ് ചെയ്യാൻ പോയതായിരിക്കാം, എന്തെങ്കിലും ഒരു കാര്യം ഹാപ്പി ആയിട്ട് തോന്നിയൊരു കാര്യം ഷെയർ ചെയ്യാൻ പറ്റുമോ? ആദ്യത്തെ ഭാഗം കേട്ടില്ല കേട്ടോ. എന്തായിരുന്നു ചോദിച്ചത്? ഒന്നുകൂടെ ചോദിക്കുവോ? ഒരു ശബ്ദത്തിന് മിനിറ്റ്, എന്തോ ഞാൻ പ്രശ്നമുണ്ട്. ഹെഡ്സെറ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സന്തോഷം തോന്നിയ എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യാൻ പറ്റുമോ? ജിമ്മിന് പോയതോ അങ്ങനെ എന്ത് കാര്യം വേണമെങ്കിലും ആവാം, പക്ഷെ നിങ്ങൾക്ക് സന്തോഷം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഷെയർ ചെയ്യാമോ? ഓക്കെ, അർച്ചന മാം, താങ്ക് യു അർച്ചന മാം. ക്വസ്റ്റ്യൻ ഓക്കെ, കേട്ടില്ലേ? ഇപ്പൊ എല്ലാവരും ക്ലിയർ ആയില്ലേ? ആ, കേട്ടില്ല. ഇപ്പൊ ക്ലിയർ അല്ലേ? യെസ്, ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ, ഒന്ന് ഷെയർ ചെയ്യാമോ? ഇന്ന് എനിക്ക് സന്തോഷം നൽകിയത് മകളോട് കുറച്ചു നേരം സംസാരിക്കാൻ പറ്റി. അപ്പോൾ അത് കുറച്ചു നേരം ഞങ്ങൾ ഷെയർ ചെയ്തു. അതിന് മനസ്സിന് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു. ഓക്കെ, താങ്ക് യു സൂസൻ മാം. എനിക്ക് ഇന്നൊരു ബിസിനസ് കിട്ടി. അത് കിട്ടുമെന്ന് വിചാരിച്ചതല്ല, പോയെന്ന് വിചാരിച്ച ഒരു ബിസിനസ് കിട്ടി. ഓക്കെ, അതുകൊണ്ട് ഹാപ്പിയാണ്. ഹാപ്പി. ജേക്കബ് സാർ ഞാൻ- ഹാപ്പിയാണ്. ഞാൻ ഇന്ന് നല്ലപോലെ ഒരു മണിക്കൂർ നല്ലപോലെ ഉറങ്ങി ഉച്ചയ്ക്ക്. അതായിരുന്നു എനിക്ക് ഉറക്കം കുറവാണ്, അങ്ങനെ ഉറങ്ങാറ് പതിവില്ല. അപ്പൊ ഇന്ന് ഒരു മണിക്കൂർ ഉച്ചയ്ക്ക് ഞാൻ നല്ലപോലെ കിടന്ന് ഉറങ്ങി. അതിന്റെ ഒരു ഇതില് വന്നിരിപ്പുണ്ട് ഇപ്പൊ ഇവിടെ. അതും ഒരു സന്തോഷം തന്നൊരു കാര്യമാണ്. അത്ര ഡീപ്പായിട്ട് ഞാൻ അങ്ങനെ ഉറങ്ങല് പതിവില്ല. അപ്പൊ റാണി മാം ഇനിയും നല്ല ഉറക്കം ആശംസിക്കുന്നു. Thank you. റാവുൽ സാറും ഉറങ്ങിയെന്നാണ് ഞാനും എന്നിട്ട് ഉറങ്ങിയതായിരിക്കും എന്ന് വിചാരിക്കുന്നു. റാവുൽ സാറിന്റെ മറുപടിയും. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞു വന്നത് സൂസൻ മാം ആദ്യമേ തന്നെ ഇൻട്രോ തന്ന് മെന്റൽ ഹെൽത്ത്. നമ്മളിപ്പോ ചോദിച്ച ക്വസ്റ്റ്യൻസ് മെന്റൽ ഹെൽത്തുമായിട്ട് വല്ല ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായും ഉണ്ട്. ഓക്കെ, അംബിക എല്ലാരും പറയുന്നുണ്ട് ബന്ധമുണ്ട്. എന്ത് തരത്തിലായിരിക്കും അത് ബന്ധപ്പെട്ടിരിക്കുന്നത് ഒന്ന് പറയാൻ പറ്റുമോ? സന്തോഷം തരുന്ന മെന്റൽ ഹെൽത്ത് കൂടുതല. സന്തോഷം മെന്റൽ ഹെൽത്തുമായിട്ട് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണല്ലോ. സന്തോഷം തരുന്നത് മെന്റൽ ഹെൽത്ത് കൂട്ടും. ഓക്കെ, താങ്ക് യു അംബിക മാം. പറഞ്ഞത് ശരിയാണ്. നമുക്ക് മെന്റൽ ഹെൽത്തിന് കുറച്ച് കാര്യങ്ങളുണ്ട്. മെന്റലി ഹെൽത്തി ആവുക എന്ന് വെച്ചാൽ ഏറ്റവും നമ്മുടെ ചുറ്റുപാടും ഹെൽത്തി ആയാലും നമ്മൾ മെന്റലി ഹെൽത്തി ആവുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മൾ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് ടോക്ക് ചെയ്യുമ്പോൾ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നുണ്ട്. എനിക്കറിയില്ല ഈ നോർത്തും സൗത്തിലൊക്കെ കേരളത്തിൽ അത്രയും പ്രധാനമുണ്ടെന്നറിയില്ല. ഇന്ന് ഇവിടെയൊക്കെ നമ്മൾ ഹോളി. ഹോളി എന്ന് വെച്ചാൽ നിറങ്ങളുടെ ഉത്സവമാണ്. കുറെ ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റും നിറങ്ങൾ നഷ്ടപ്പെട്ടവര്. നമുക്ക് അവരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണ്ടേ? അതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം വരുന്നത്. പലപ്പോഴും ജീവിതത്തിന് നിറങ്ങളില്ലാത്ത കുറെ വ്യക്തികളുണ്ട് ജീവിക്കുന്നത്. ഇരുട്ടിൽ ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഇവരെയൊക്കെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം? അതിനൊക്കെയാണ് നമ്മൾ മെന്റൽ ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മള് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് മാനസിക രോഗം ഇല്ലാത്തൊരവസ്ഥ മാത്രമല്ല, മാനസികമായിട്ട് നമ്മൾ എല്ലാ രീതിയിലും ഹെൽത്തി ആയിരിക്കുക. വൈകാരികവും മാനസികവും സാമൂഹികമായിട്ടൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് മെന്റൽ ഹെൽത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു വ്യക്തിക്ക് സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനും അതിലൂടെ സാധാരണ ജീവിതം നയിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും സമൂഹത്തിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് പെരുമാറാനും സഹായിക്കുന്ന ഒരു ഘടകമാണ് മെന്റൽ ഹെൽത്ത്. WHO ഇതാണ് നമ്മളെ കുറിച്ച് മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പറയുന്നത്. ഒരു വ്യക്തി എത്രത്തോളം സമൂഹത്തിലേക്ക് സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് സാധാരണ സമ്മർദ്ദങ്ങൾ അതിജീവിച്ച് ഉൽപാദനക്ഷമത പ്രൊഡക്ടിവിറ്റി, അയാളുടെ പ്രൊഡക്ടിവിറ്റി നമുക്ക് സമൂഹത്തിനായിട്ട് കൊടുക്കുക, സമൂഹത്തിന് എന്തൊക്കെ സംഭാവന നൽകാൻ പറ്റും, ഇതിനൊക്കെ ആശ്രയിച്ചാണ് ഒരാൾ മെന്റലി ഹെൽത്തി ആണോ അല്ലയോ എന്ന് ആലോചിക്കുന്നത്. ഇത് കേവലം ഒരു രോഗമില്ലാത്തൊരു അവസ്ഥ മാത്രമല്ല,
രോഗത്തിന്റെ അഭാവത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളൊരു കൂടിയാണ്. നമ്മള് മെന്റൽ ഹെൽത്ത് ഡേ എന്നാണെന്ന് എല്ലാവർക്കും അറിയാമോ? ഒക്ടോബറിലല്ലേ? ഡേറ്റ് മറന്നുപോയി. ഒക്ടോബർ ഒക്ടോബറിലാണ്. 10th അല്ലേ മാം? അർച്ചന മാം പറഞ്ഞത് October 10th ആണ് നമ്മൾ മെന്റൽ ഹെൽത്ത് ഡേ ആഘോഷിക്കുന്നത്. ഇതുപോലെ തന്നെ ഹെൽത്ത് ഡേയും ആഘോഷിക്കുന്നുണ്ട്. ഹെൽത്ത് ഡേ നമ്മൾ April 7th ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ ഈ ലോക മാനസികാരോഗ്യ ദിനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ന് മാനസികാരോഗ്യം ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. ഒരു ദിവസം വേൾഡില് 8 ഒരാള് മെന്റൽ ഹെൽത്ത് ആയിട്ട് ബുദ്ധിമുട്ടുണ്ട് ഓരോ ദിവസവും. നമ്മുടെ ചുറ്റുമുണ്ട്. അതുപോലെ തന്നെ 7 ലക്ഷം ആളുകൾ പ്രതിവർഷം സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ 40 സെക്കൻഡിലും ഒരു ജീവൻ നമ്മുടെ കയ്യിൽ നിന്ന് സൂയിസൈഡ് മൂലം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ പ്രതിരോധിക്കുക, നമ്മൾക്കാവുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് കേരളത്തിലാണെങ്കിൽ കേരളത്തിന്റെ കണക്കിലോട്ട് വന്നിട്ടുണ്ട്. കേരളത്തിൽ നമ്മൾ ഭയങ്കര ഹൈലി എഡ്യൂക്കേറ്റഡ് ആൾക്കാരെ കേരളത്തിലുള്ളത്. സാക്ഷരത കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തികമായിട്ട് കുറെ ഇഷ്യൂസ് വരുന്നുണ്ട് കേരളത്തിൽ. നമുക്കറിയാം നമ്മുടെ റിലേറ്റീവ് പോവർട്ടി മാത്രം നോക്കി നമ്മൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നോക്കുന്ന കുറെ ആൾക്കാരാ. എനിക്ക് എന്തോരം ഉണ്ടെങ്കിലും അപ്പുറത്തെ വീട്ടിലേക്ക് ഒന്ന് പുതിയൊരു സാധനം വന്നാൽ ചിലപ്പോൾ ഒരു ഹോം അപ്ലയൻസ് മേടിച്ചാലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കാർ ഒന്ന് ചേഞ്ച് ചെയ്താൽ, അല്ലെങ്കിൽ അവർക്കൊരു നല്ല ജോലി കിട്ടിയ എല്ലാവർക്കും എപ്പോഴും സന്തോഷിക്കാൻ സാധിക്കാറുണ്ടോ? നിങ്ങൾ നമ്മുടെ ചുറ്റുപാടൊന്നും എടുത്തു നോക്ക്. നമുക്ക് ഇപ്പൊ നമ്മളുടെ കുടുംബത്തിൽ തന്നെ നമ്മളുടെ ഫാമിലിയിൽ ചിലപ്പോൾ ഒരാൾ നല്ലൊരു പൊസിഷനിലെത്തിയാൽ നമുക്ക് ചിലപ്പോൾ അത് ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കാൻ എല്ലാവർക്കും പറ്റാറുണ്ടോ? ഇല്ല യെസ്. ഇല്ല ഇല്ല. നമ്മൾ ചിലപ്പോൾ എത്രയോ ഒരു വലിയ നോ കേട്ടു. ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ. അപ്പൊ ഇതാണ് അവസ്ഥ നമ്മള്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പിന്നെ നമുക്ക് കുറെ അഡിക്ഷൻസ് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് കേരളം തന്നെയാണ്. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. മദ്യം കേരളത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ഇതൊക്കെ കൊണ്ടുതന്നെ നമ്മുടെ ഫാമിലിയിലും നമ്മുടെ സമൂഹത്തിലും കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മെന്റൽ ഹെൽത്തുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇമ്പോർട്ടൻസ് ഓഫ് മെന്റൽ ഹെൽത്ത്. എന്തൊക്കെയായിരിക്കും നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് വരുന്നത്? അത് ഇമോഷണലി ആയിരിക്കണം, സോഷ്യലി ഉണ്ടാവണം, ഫിസിക്കലി, മെന്റലി. ഇതെല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് വരുന്നത്. ഈ 4 മേഖലകളിൽ ഇപ്പൊ ഫിസിക്കലി ഹെൽത്തി അല്ലാത്ത ആൾക്കാർക്ക് പോലും അവർക്ക് മെന്റലി ഹെൽത്തി ആയിരിക്കാൻ സാധിക്കും. നമുക്കറിയാം നമ്മുടെ അടുത്തൊക്കെ ക്യാൻസർ ഉണ്ടാവും, ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ഒത്തിരി ഉണ്ടാവും. നമ്മുടെ ക്യാൻസർ സർവൈവേഴ്സ് ഒത്തിരി ഉണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ പ്രമുഖ നടൻ ഇന്നസെന്റിന് ക്യാൻസർ ആയിരുന്നു. അദ്ദേഹം എന്താ ചെയ്തത്? ക്യാൻസർ വന്നിട്ട് അദ്ദേഹം മെന്റലി ഹെൽത്തി ആവാതിരുന്നിട്ടുണ്ടോ? ഇല്ല, അദ്ദേഹം അതിനെ നന്നായിട്ട് പോസിറ്റീവായിട്ട് നേരിട്ടു. അതാ പറഞ്ഞത്. നമ്മൾ അങ്ങനെ മെന്റലി ഹെൽത്തി, ഫിസിക്കൽ ഇൽനെസ് ഉണ്ടെങ്കിൽ പോലും മെന്റലി ഹെൽത്തി ആയിരിക്കാൻ സാധിക്കും. അതാണ് അപ്പൊ നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് മെന്റൽ ഹെൽത്ത് നോക്കുമ്പോൾ നമുക്ക് ഇമോഷണലി, നമ്മുടെ സോഷ്യലി, സാമൂഹിക ചുറ്റുപാടിൽ എങ്ങനെ ഹെൽത്തി ആയിരിക്കാൻ സാധിക്കുക, മെന്റലി ഫിസിക്കലി എല്ലാം ഹെൽത്തി ആയിരിക്കണം നമുക്ക് സാധനം. ഈ 4 കാര്യങ്ങൾ വന്നാൽ തന്നെ മെന്റൽ ഹെൽത്ത് എല്ലാവരുടെ അവകാശമാണ്. അല്ലാതെ ഒരാൾക്ക് മാത്രം ഉള്ളതല്ല. ഞാൻ മാത്രം മെന്റലി ഹെൽത്തി ആയിരുന്നാൽ മതിയോ? നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും മെന്റലി ഹെൽത്തി ആയിരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് കോമൺ സിംറ്റംസ് നോക്കാം മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങൾ കൂടുതൽ മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട സിംറ്റംസ് എന്തൊക്കെ കേട്ടിട്ടുള്ളത്? അല്ലെങ്കിൽ മെന്റലി ഹെൽത്തി അല്ല, അവർക്ക് വട്ടാണ്. നമ്മൾ പൊതുവേ കേൾക്കുന്നൊരു കാര്യം വട്ട്, ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞൊരു കാര്യങ്ങൾ മലയാളികൾക്ക് ഇത്തിരി കൂടെ കൂടുതല. ഊളംപാറയൊക്കെ ഉണ്ടാവുക, കുതിരവട്ടത്ത് ഉണ്ടാവുക. ഇത് പറയാത്ത ആരും ചെറുപ്പത്തിൽ അല്ലെങ്കിൽ പറയാത്ത ആരും ഉണ്ടാവില്ല. ഇന്നത്തെ തലമുറയ്ക്ക് ഊളംപാറ, കുതിരവട്ടം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയില്ലായിരിക്കും. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഊളംപാറ, കുതിരവട്ടം ഒന്നും ഇതാവാത്ത, ഒരു ഫെമിലിയർ അല്ലാത്ത വാക്കുകളല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു, സ്ഥലങ്ങളല്ലെന്ന് വിചാരിക്കും. അത് എന്താണെന്ന് പോലും അറിയില്ലെങ്കിൽ നമ്മളൊരു ഓളംപാറയൊക്കെ ഉണ്ടാവുക, കുതിരവട്ടത്തും ഉണ്ടാവും. ഇതെല്ലാം ആരെങ്കിലും ഒരിക്കലെങ്കിലും പറയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടാ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വട്ടുണ്ട്, നിനക്ക് വട്ടാണ്, നിനക്ക് ഭ്രാന്താണ് എന്ന് പറയാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? തമാശക്ക് ഇല്ല. ചിലപ്പോഴെങ്കിലും കേൾക്കാറുണ്ട്. ഇവൻ ഞാൻ പറഞ്ഞ തമാശക്ക് നമ്മൾ ആരെ ഹേർട്ട് ചെയ്യാൻ പറ്റും, നമ്മൾ തമാശക്ക് പോലെ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അവന് വട്ടല്ലേ, നിനക്ക് ഭ്രാന്ത്, ഇവൻ അങ്ങനെ എടുത്തൊരു. ഇവൻ ഞാൻ തന്നെ പറയാം, നമ്മൾ ഇത്ര മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അപ്പൊ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എന്തിനോ പറഞ്ഞു അതിന് ഭ്രാന്ത്, അങ്ങനെ എന്തോ ഒരു ഭ്രാന്താന്ന് വട്ടാന്ന് യൂസ് ചെയ്ത്. കുറച്ച് നേരം ഇപ്പൊ 2-3 ദിവസം കഴിയുമ്പോ കൊച്ചു പറയണ്ടായിരുന്നു, എന്റെ മോന് 5 വയസ്സാ പറഞ്ഞു, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓർത്തേ, നമ്മള് പറയണ ഒരു വാക്കാ. അപ്പൊ ഞാൻ ഭ്രാന്ത് പിടിക്കണം, അതെന്താ? അല്ല, അമ്മയിലെ പറഞ്ഞ ഭ്രാന്ത് പിടിക്കേണ്ടത്. അപ്പൊ മനസ്സിലായോ നമ്മള് എവിടെ പറയണം. അപ്പൊ ഞാനിപ്പോ ക്ലിനിക്കൽ പ്രാക്ടീസിന്റെ സമയത്തൊക്കെ സാർ പറയും, നമ്മൾ
അനാവശ്യമായിട്ട് പോലും അവന് ഭ്രാന്ത് പിടിക്കുന്നു, വട്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയില്ല അത് അനുഭവിക്കുന്നവരുടെ വിഷമം എന്താണെന്ന്. നമ്മൾ ആരെയും അതുപോലെ ഹേർട്ട് ചെയ്യരുതെന്ന് പറയും. പക്ഷെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ വാക്കുകളിൽ നിന്ന് വരും ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കും, നമ്മൾ അനുകരിക്കുന്ന ഒരു തലമുറ തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ ആ വാക്ക് പറഞ്ഞപ്പോ പറഞ്ഞൊരു കുറച്ച് ദിവസം മുമ്പ് ആൾക്ക് ടെൻഷനാണ്. ഇടയ്ക്ക് നമ്മൾ പറയണ എന്തെങ്കിലും, ഓ ടെൻഷൻ ആവണ്ട, അങ്ങനെ ഓ എനിക്ക് വയ്യ, ഇതൊക്കെ പറയണ കേൾക്ക. ഒരു 5 വയസ്സുകാരന് ചെറിയ നമ്മളെ കോപ്പി ചെയ്യണ ഒരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. ഞാൻ പറഞ്ഞ കാര്യമുള്ളൂ. ഇതിനും ഈ മട്ട് പ്രാന്ത് എന്നുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ മാത്രം പറഞ്ഞതാണ്. നല്ല കാര്യങ്ങൾ അനുകരിക്കുന്നുണ്ട്, പക്ഷെ എല്ലാ നെഗറ്റീവും പോസിറ്റീവും നമ്മുടെ കുട്ടികൾ അനുകരിക്കുക, അത്രേ ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയായിരിക്കും കോമൺ ആയിട്ട് കണ്ടുവരുന്ന മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ്, നിങ്ങൾ കേട്ടിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാ? ഏറ്റവും കൂടുതൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ആങ്സൈറ്റി, ഡിപ്രഷൻ, ഓക്കെ, പിന്നെ ആങ്സൈറ്റി, ഡിപ്രഷൻ, പിന്നെ ഒബ്സസീവ് കമ്പൽസീവ് OCD, OCD കാണാറുണ്ട്. സ്കിസോഫീനിയ, ADHD, ഇപ്പൊ കേൾക്കുന്ന സ്കിസോഫ്രീനിയ, ADHD. ADHD. സ്കിസോഫ്രീനിയ. ഓക്കെ. പിന്നെ നമ്മള് ഡെലൂഷനും കാണാറുണ്ട്. ഡെലൂഷൻ ഇപ്പൊ നമ്മളിപ്പോ സർവമായ സിനിമ കണ്ടപ്പോ തന്നെ അറിയാലോ, ഡെലൂല് വന്നതിന്റെ കുറച്ച് എഫക്റ്റ് ഒക്കെ എല്ലാവർക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അത് അപ്പൊ നമ്മള് കൂടിയിട്ടും പ്രശ്നം ഉണ്ടാകാറില്ലേ? ആങ്കർ കൂടിയിട്ട് ഡിപ്രഷനിലേക്ക് പോകുമല്ലോ. ഓക്കെ, ബീന മാം പറഞ്ഞ ആങ്കർ കൂടിയിട്ട് ഡിപ്രഷനിലോട്ട് പോകുന്നു. അതെ, നമ്മളിപ്പോ ശരിയാണ്, കുറെ പേർക്ക് ദേഷ്യം കൂടിയിട്ട് അവർക്ക് കൺട്രോൾ ചെയ്യാതെ ഡിപ്രഷനിലോട്ട് പോകുന്ന സ്റ്റേജ് ഉണ്ട്. ഇപ്പൊ ഡിപ്രഷൻ എന്ന് വെച്ചിട്ട് കോമൺ കോൾഡ് ഇൻ സൈക്കാട്രി എന്നാണ് നമ്മളൊരു ടൈം പറയാറുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കാട്രിയിലെ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് ജലദോഷം വരുന്നത് പോലെ തന്നെ വരാവുന്ന ഒരു സാധനമാണ് ഡിപ്രഷൻ. അല്ലാതെ വേറൊരു കാര്യമല്ല, മാറി നിൽക്കുന്ന ഒരു കാര്യമല്ല. ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും അത് ബാധിക്കാം, ഏതെങ്കിലും തരത്തിൽ. ഈവൻ മാരേജ് കഴിഞ്ഞാൽ ബാധിക്കാം. ചിലപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചില്ല എന്നുള്ളത്, കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ആവാം, അത് കഴിഞ്ഞിട്ട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആവാം. ഇനി സ്റ്റുഡൻസിന്റെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ആങ്സൈറ്റി ആവാം, സ്ട്രെസ് റിലേറ്റഡ് ആവാം, അല്ലെങ്കിൽ അക്കാദമിക് റിലേറ്റഡ് ആവാം. ഏതൊരു കാലഘട്ടത്തിലും ആരെയും ഇതെല്ലാം ബാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന മെന്റൽ ഹെൽത്തിന്റെ ബാധിക്കുന്ന ഇഷ്യൂസ് ആണ് ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്ട്രെസ്, പിന്നെ ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ. ഇതൊക്കെ വരാനുള്ള കാരണങ്ങൾ എന്തായിരിക്കും, ഇതിന്റെയൊക്കെ കോസസ് എന്തായിരിക്കും നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ജനറ്റിക് ഫാക്ടേഴ്സ് ആയിരിക്കും. നമ്മുടെ ജനിതകപരമായ കാരണങ്ങൾ കൊണ്ട് നമ്മൾ മെന്റൽ ഹെൽത്തിനെ കുറെ കാലം ബാധിക്കും. ഇപ്പൊ മെന്റൽ ഇൽനെസ് ഒക്കെ ഒരു പരിധി വരെ, ഒരു ജസ്റ്റ് ഒരു കൂടുതലല്ല, നമ്മൾ കണ്ടുവരുന്നതിൽ ഒരു കാര്യം ജനറ്റിക് ആയിരിക്കാം. ഇപ്പോൾ ചിലപ്പോൾ നമുക്കറിയാം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ എന്താ പറയാ വയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ, MR അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു 2-3 തലമുറ കഴിഞ്ഞിട്ട് ഒരു ചാൻസ് കാണാം. പിന്നെ ഇവൻ ഒരു ഡിപ്രസീവ് സ്റ്റേജ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ, OCD ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ, ഇതെല്ലാം വേറൊരു തലമുറയ്ക്കും എവിടെയെങ്കിലും ഒക്കെ ഒരു പകർന്നു കാണാം. നമ്മൾ പറയുന്നത് 3 തലമുറ കഴിയുമ്പോൾ ഒരു തലമുറ ഒരാൾ പുനർജനിക്കുന്നു എന്ന് പറയുന്നത് പറയുന്നതാണ്. ഞാൻ ശാസ്ത്രീയപരമായിട്ട് പറഞ്ഞതല്ല, നമ്മൾ കേട്ടിട്ടുള്ള കാര്യം. എന്നുവെച്ചാൽ 3 തലമുറ കഴിഞ്ഞിട്ട് വരുന്ന ഒരാളിൽ എന്തെങ്കിലും സിംറ്റംസ് പഴയ ഒരാളുടെ ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പൊ ആ ഒരു കാര്യമാണ്. അപ്പൊ ജനറ്റിക് ഫാക്ടേഴ്സ് ആയിരിക്കാം. പിന്നെ വരുന്നതാണ് ലൈഫ് സ്റ്റൈൽ കൊണ്ട്. നമ്മുടെ ഓവർലോഡ് ആയിട്ടുള്ള ജോബ്, സ്റ്റഡി, കുട്ടികളാണെങ്കിൽ തന്നെ ഒത്തിരി പഠിക്കാൻ വേണ്ടി പോകുമ്പോഴുള്ള പ്രശ്നങ്ങൾ, ഓവർലോഡ് വരാം, കുറെ കാര്യങ്ങൾ. ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരാം. പിന്നെ ബേൺ ഔട്ട് ആവാം, നമ്മൾ വർക്ക് ലോഡ് കൂടി ബേൺ ഔട്ട് ആവുന്ന ഒരു അവസ്ഥയുണ്ട്. ബേൺ ഔട്ട് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ട്. ഉണ്ട്. ഓക്കെ, അത് ഞാൻ ബേൺ ഔട്ട് നമ്മൾ ഒത്തിരി എന്താ Strain. ഹലോ, ആരോ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, കേട്ടില്ല. ബേൺ ഔട്ട് നമ്മൾ പറഞ്ഞ ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് നമ്മൾ അവസാനം ഒന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥയിലേക്ക് പോവാം. പിന്നെ നമ്മുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടാവാം. നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് നമുക്ക് മെന്റൽ ഇൽനെസ്സിനെ ബാധിക്കും, മെന്റൽ ഹെൽത്തിനെ ബാധിക്കും, മെന്റൽ ഇൽനെസ് വരാം. നമുക്കിപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ എന്താണ് ചെയ്തത്, ഇന്ന് ഹാപ്പി ആയിരിക്കണം എന്ന് ചെയ്തു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹാപ്പി ഹോർമോൺസ് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഹാപ്പി ഹോർമോൺസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? ഡോസ് ഓക്കെ, ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ, എൻഡോർഫിൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഹാപ്പി ഹോർമോൺസ് ഇന്ന് ഇവിടെ എല്ലാവരും തന്നെ വർദ്ധിപ്പിച്ചിരിക്കുന്ന ആൾക്കാരാ. ഇവ റാണി മാം ഉറക്കത്തിലൂടെ ഹാപ്പി ഹോർമോൺസ് വർദ്ധിപ്പിച്ചു. സൂസൻ മാം ആണെങ്കിൽ അവളോട് സംസാരിച്ചപ്പോ, ജേക്കബ് സാറ് നേരെ എന്താ പറയുക പുതിയൊരു പ്രൊജക്ട് കിട്ടിയപ്പോ, അങ്ങനെ പല രീതിയിൽ പല ആൾക്കാരും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റൌസ് സാറെല്ലാം ഉറങ്ങിയപ്പോഴാണ് ഹാപ്പി ഹോർമോൺ വർദ്ധിപ്പിച്ചെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതേപോലെ നമുക്ക് ഹോർമോണിന്റെ ഇംബാലൻസ് വരാം. ഈ സെറോട്ടോണിനും ഓക്സിറ്റോസിനൊക്കെ, ഡോപ്പോമിനൊക്കെ കുറഞ്ഞാലും നമുക്ക് കൂടുതൽ മെന്റൽ ഹെൽത്തിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അതും നമ്മൾ കരുതിയിരിക്കണം ആ ഒരു കാര്യത്തിൽ. പിന്നെ നമ്മുടെ സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാവും, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ടാവും. നമ്മൾ ഇപ്പൊ കാണുന്ന സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം,
എന്ത് ചെയ്താലും ഗൂഗിൾ ചെയ്ത് നോക്കുക. ഇവനൊരു അസുഖത്തെ കുറിച്ച് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കും. ആരായാലും ചെയ്യാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒരു കാര്യം കേട്ടാൽ ഗൂഗിൾ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഗൂഗിളിന് അതും നോക്കും, തരുന്ന മരുന്നും നോക്കും. ഈവൻ മരുന്ന് തന്നാൽ പോലും മരുന്നിന്റെ നമ്മളിപ്പോ എന്താ പറയാ, മുറിവേദ്യൻ ആളെ കൊല്ലുന്ന പറഞ്ഞാൽ നമ്മള് ഡോക്ടേഴ്സിനേക്കാളും വലിയ ഡോക്ടേഴ്സിനും കൊടുത്തതിനൊന്നും ഒരു കാര്യമില്ലാത്തൊരവസ്ഥയിലൊക്കെ പോകുന്നു. ഒരാൾ ഒരു മരുന്ന് തന്നാൽ ഓക്കെ, ഇതെല്ലാം മരുന്ന്, ഇതെല്ലാം തിരിച്ചു ചോദിക്കുന്ന ഒരു സമൂഹമാണ് വളർന്നു വരുന്നത്. അത് ഇവൻ ആരായാലും, കൊച്ചു കുട്ടികളായ പോലും മരുന്നുകളൊക്കെ കിട്ടിയ ഒന്ന് അടിച്ചു നോക്കുക, അല്ലെങ്കിൽ അവര് തന്നെ സ്വയം ചികിത്സയ്ക്ക് കൂടി വരുന്ന ഒരു കാലഘട്ടമാണിത്. ഇവൻ നമുക്കറിയാം, എല്ലാവർക്കും ഇപ്പൊ പാരസെറ്റമോളും ഡോളോയും അറിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പൊ എന്തൊക്കെ മരുന്ന് എവിടെയൊക്കെ കിട്ടും എന്നുള്ള ചുറ്റുപാടിലേക്ക് എല്ലാവരും നോക്കിപ്പോകുന്നു. അത് ഡ്രഗ്സ് മീൻസ് മരുന്നിന്റെ ഉപയോഗം വളരെ ഒരു കൂടുതലാണ്. ആൾക്കാർ അതിനനുസരിച്ച് ഇപ്പൊ സ്വയം ചികിത്സയും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് ആണ് ഈ ഡ്രഗ്സിന്റെ ഒക്കെ കൂടുതൽ. ഡ്രഗ്സ് മീൻസ് ഈ മരുന്നും അല്ലാതെയുള്ള ഡ്രഗ്സും യൂസ് ചെയ്യാൻ കൂടുതൽ വരുന്നേക്കുന്ന സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ കിടന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ ചുറ്റും അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയില്ല, പക്ഷെ സോഷ്യൽ മീഡിയ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് മറ്റുള്ള കാര്യങ്ങൾ ശേഖരിക്കുന്നു. അപ്പൊ നമ്മൾ എന്താ പറയാ, മെന്റൽ ഹെൽത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഇടുങ്ങി പോവുകയാണ്. ഒന്ന് പുറത്തിറങ്ങി മറ്റുള്ളവർ വർത്താനം പറയാനോ കൂട്ടം കൂടിയിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ എത്ര പേര് എനിക്കറിയാം, പണ്ടത്തൊക്കെ നമ്മുടെയൊക്കെ നാട്ടുപുറത്തൊക്കെ വൈകിട്ടാവുമ്പോ ആൾക്കാരൊക്കെ ഒന്ന് കൂടിയിരിക്കും. ഇപ്പൊ ചേച്ചിമാരൊക്കെ ആണെങ്കിലും ഇപ്പൊ ഒരു ചക്ക കിട്ടിയാൽ തന്നെ ഉച്ചയ്ക്ക് എല്ലാവരും ചിലപ്പോൾ ഒരുമിച്ചിരുന്ന് ക്ലീൻ ചെയ്ത് അതൊക്കെ ഒരുമിച്ച് ചെയ്യുക. ഇതൻ ചേട്ടന്മാരൊക്കെ ആണെങ്കിലും വൈകിട്ടാകുമ്പോൾ ഒന്ന് എവിടെ ഇപ്പൊ പഞ്ചായത്ത് കിണറായിരിക്കും എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോയി ഒന്നിച്ചുകൂടെ, അല്ലെങ്കിൽ പള്ളികളോ അമ്പലങ്ങളോ ആൽത്തറകളിലൊക്കെ കൂടുന്നൊരു ഇതുണ്ട്. പക്ഷെ ഇന്ന് ഇതൊക്കെ നഷ്ടപ്പെടുകയാണ്. ഇന്നിപ്പോ ഫോണും കുത്തിയിരിക്കുന്ന കുട്ടികളുള്ളൂ. നമ്മുടെ പിള്ളേർ ആരെങ്കിലും തന്നെ ഇങ്ങനെ പുറത്തോട്ട് പോകാൻ എത്രയോ പേര് ഒന്നില്ലെങ്കിൽ പറഞ്ഞു വിടണം നമ്മൾ ഉന്തിത്തള്ളി. അപ്പൊ നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഇതൊക്കെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നമ്മൾ മനസ്സിലായി. പിന്നെ പറഞ്ഞിട്ട് സോഷ്യലി ഐസൊലേറ്റഡ് ആവുന്നുണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള മീഡിയാസിന്റെ ദുരുപയോഗം കാരണം. അല്ലെങ്കിൽ എനിക്കെല്ലാം എന്റെ കയ്യെത്തും ദൂരത്തുണ്ട്. ഞാൻ അത് പറഞ്ഞപ്പോഴത്തെ കഴിഞ്ഞ പ്രാവശ്യം ഈ ലാസ്റ്റ് ടൈമില് ഞങ്ങളിങ്ങനെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പള്ളിയിൽ നിന്ന് വരുമ്പോ താഴത്ത് കാറ് പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കുഞ്ഞു വന്നു. അവനൊരു 5-8 വയസ്സ് അത്രയും ഉണ്ടാവും. 2-3 ക്ലാസ്സിൽ 3-ാം ക്ലാസ്സിന്റെ മുകളിലുള്ള കൊച്ച. അവൻ വന്നിട്ട് ചോദിക്കുന്നതാണ്, അവന്റെ കയ്യില് കീ ഉണ്ട് വണ്ടിയുടെ. താഴെ വന്നിട്ട് ചോദിക്കുന്നതാണ്, അവന്റെ അച്ഛന് കീ കൊടുക്കാൻ അമ്മ പറഞ്ഞു കൊച്ചിനോട്. കൊച്ചു താഴെ വന്ന് നോക്കിയപ്പോ അച്ഛനെ കാണാനുള്ള, അച്ഛൻ പുറത്തുപോയി. തെലുങ്കാണ്. അപ്പൊ ആള് ചോദിക്കണത്, ഞാൻ ഇനി എന്ത് ചെയ്യണം? മനസ്സിലായോ? നമ്മുടെ പിള്ളേരെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അവന് എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കണ്ടെന്ന് അറിയില്ല. നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ താഴെ വന്ന് കീ കൊടുക്കുക, ഒരാൾ വന്ന് കണ്ടില്ല, നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചു വീട്ടിൽ പോകും. അമ്മയോട് പറയും. തിരിച്ച് ഞാൻ ചെന്നു. അപ്പൊ എന്നോട് ആന്റി ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ മോൻ വീട്ടിൽ പോ, എന്റെ അമ്മേനോട് അച്ഛനോട് ഇല്ലാന്ന് പറയാനായിട്ട്. അപ്പൊ നമ്മുടെ പിള്ളേര് ചിന്തിക്കണ ഒരു രീതിയാ. അതായത് പലപ്പോഴും ആ കുട്ടിയൊക്കെ ഒരു ഉച്ചയ്ക്ക് വരുന്ന കുട്ടികളാ, പക്ഷെ അവര് വീട്ടിൽ കയറി ഇരിക്കുന്ന വേറൊരാളായിട്ട് അവർക്ക് മിങ്കിൾ ചെയ്യാനൊന്നും അവസരമില്ല. ഈ പറഞ്ഞ പോലെ ഗെയിംസും കുറെ കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഒത്തിരി എക്സ്പ്ലോഷർ കിട്ടുന്നുണ്ട്. പഴയൊരു തലമുറയെ അപേക്ഷിച്ച് ഇന്നത്തെ തലമുറയിൽ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പറഞ്ഞിട്ട് അവർക്ക് ഓൺലൈൻ ക്ലാസ് വേണം, ഓഫ്ലൈൻ ക്ലാസ് വേണം, എത്രയോ തരം ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ്. പക്ഷെ ഇവർക്ക് ബേസിക് ആയിട്ട് പെരുമാറേണ്ട രീതികൾ, അല്ലെങ്കിൽ ഒരു കാര്യം തിങ്ക് ചെയ്യാനുള്ള ഒരു കാര്യം, ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുക, ആ ഒരു കപ്പാസിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ സോഷ്യൽ കാര്യങ്ങൾ വരുന്നതുകൊണ്ട്, നമുക്ക് ആ സാമൂഹിക മാറ്റങ്ങളിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യങ്ങളിൽ നമുക്ക് വളരെ വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എങ്ങനെ സോഷ്യലി അപ്രോപ്രിയേറ്റ് ആയിട്ട് പെരുമാറണം മനസ്സിലാക്കാത്തൊരവസ്ഥ വരുന്നുണ്ട്. ഇത് ഒരു കാര്യം, നിസ്സാരമായ ഒരു കാര്യമാണ്. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഇങ്ങനെയുള്ള ഒരു തലമുറ വന്നാൽ അടുത്തത് എന്തായിരിക്കും നമുക്ക് വരാൻ പോകുന്നത്? എല്ലാവരും അങ്ങനെയല്ല, പക്ഷെ ഞാൻ പറയാം, കണ്ടുവരുന്നൊരു പ്രവണതയെ പറയാം, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് വേണമെന്ന് അറിയാത്തൊരവസ്ഥ. അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്, കുഞ്ഞായാലും വലിയൊരാൾക്കാരായാലും. പിന്നെ നമുക്കറിയാം, കോവിഡ് വന്നപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കുറെ പേര് ഒന്ന് ചുരുങ്ങിയ ആൾക്കാരാണ്, വീടുകളിലേക്ക് ചുരുങ്ങി. കോവിഡാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ആഫ്റ്റർ കോവിഡ് ആൻഡ് ബിഫോർ കോവിഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി നമ്മൾ കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. ബിഫോർ കോവിഡിന് മുമ്പുണ്ട അവസ്ഥയല്ല, കോവിഡിന് ശേഷം നമ്മളെല്ലാവരും ഇത്രയും മാറിക്കൊണ്ടിരിക്കുന്നത്. കുറെ പേര് പിന്നെ അതിൽ നിന്ന് പുറത്തു വരാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊരു കാരണങ്ങളാണെങ്കിലും പിന്നെ ഇത്രയും പറയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ജീവിതശൈലി കൊണ്ട് വരാം, ബയോളജിക്കൽ ഫാക്ടർ കൊണ്ട് വരാം, സോഷ്യൽ എൻവയോൺമെന്റൽ ഫാക്ടർ കൊണ്ട് വരാം. ഇതെല്ലാം നമുക്ക് വരുന്നൊരു കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെയുള്ളതാണ് നമ്മുടെ കോമൺ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മുടെ മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. നല്ല ഉറക്കം മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധമുണ്ടോ? ഉറക്കത്തിന് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും. ആഡിക്വേറ്റ് സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ ബ്രെയിനിന്റെ രാത്രിയിലുള്ള ഫങ്ഷൻസ് നടക്കില്ലല്ലോ.
ഓക്കെ, അത് മാം പറഞ്ഞതും വളരെ കറക്റ്റ് ആയിട്ടുള്ളായിരുന്നു. നമ്മൾ സ്ലീപ്പ് നമ്മൾ കുറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. ഇപ്പൊ നമ്മൾ പറയേണ്ട നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യണവരോട് മോർണിംഗ് അതിനനുസരിച്ച് അവരോട് നമ്മൾ ഉറങ്ങാൻ പറയുന്നുണ്ട്. ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെ ഒരു വ്യക്തി ഉറങ്ങാനുള്ള സമയം കണ്ടുപിടിക്കണം. അത് വല്ലാത്ത നല്ലൊരു കാര്യമാണ്. നമുക്ക് വിശപ്പിനെ ബാധിക്കുമോ മെന്റൽ ഹെൽത്ത് വന്നാ? പിന്നെ ഓവർ ഈറ്റിംഗ് സ്ട്രെസ് ആവാം, ഓവർ ബാധിക്കും. ഓക്കെ, ആരും ഓവർ ഈറ്റിംഗ് എന്ന് പറഞ്ഞു. ഓവർ ഈറ്റിംഗ് ആവാം, അല്ലെങ്കിൽ വിശപ്പില്ലാഴിക വിശപ്പില്ലായ്മ വിശപ്പില്ലാഴിക വിശപ്പില്ലായ്ക വരാം. അതെ, നമ്മുടെ ഇപ്പൊ മെന്റൽ ഹെൽത്തിന് കാരണങ്ങൾ വരുമ്പോൾ ഒന്ന് വരുമ്പോൾ സ്ലീപ്പ് പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞ വിശപ്പ്, അപ്പറ്റൈറ്റ് എന്ന് പറയും. അപ്പറ്റൈറ്റ് നമ്മുടെ വിശപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ചിലർക്ക് വിശപ്പ് കൂടാൻ, ചിലർക്ക് വിശപ്പില്ലാത്തൊരു അവസ്ഥ വരാം ഈ മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെയാണ് നമ്മുടെ ബൗൾ ആൻഡ് ബ്ലാഡർ സിംറ്റംസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടോയ്ലറ്റ് ഫംഗ്ഷനിങ്ങിലൊക്കെ മാറ്റം വരാം. ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ വരാം, ചിലർക്ക് ലൂസ് മോഷൻ വരാം, പിന്നെ നമുക്ക് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വരാം. വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ നമ്മുടെ ഗ്യാസ് അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഫോം ചെയ്യാം. ഇതെല്ലാം മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ബൗൾ ആൻഡ് ബ്ലാഡർ സിംറ്റംസിൽ വരാം. പിന്നെ വരുന്നതാണ് ലിബിഡോ എന്നും പറഞ്ഞിട്ട് നമുക്ക് സെക്ഷൽ എനർജി എന്നൊരു കാര്യമുണ്ട്. അതിൽ മാറ്റങ്ങൾ വരാം. ഇപ്പൊ മൂഡ് ഡിസോർഡർ, മൂഡ് ഡിപ്രഷൻ ഉള്ള ഒരാൾക്കൊക്കെ ലോ ലിബിഡോ ആയിട്ട് മാറാം. അതേസമയം മൂഡ് എന്താ പറയാ മാനിക് ആ സ്റ്റേജിലൊക്കെ ലിബിഡോയുടെ ഇത് കൂടാനും സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ദെൻ മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ലേഡീസിന്റെ ഭാഗത്ത് നോക്കിയാൽ മെൻസ്ട്രേഷൻ നമുക്ക് അഫക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഡിപ്രസീവ് സ്റ്റേജ് നമ്മുടെ ശരീരത്തിനനുസരിച്ച് നമ്മുടെ മെൻസ്ട്രേഷനിൽ മാറ്റങ്ങൾ സംഭവിക്കുക. അതിപ്പോ ഇവൻ നമ്മൾ ഒരു സ്ഥലത്ത് ഇപ്പൊ മെൻസ്ട്രേഷനിൽ പല രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുക. ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വരാം, നമ്മുടെ ഹെൽത്ത് കൊണ്ട് വരാം, നമുക്ക് മെന്റലി സ്ട്രെസ്ഡ് ആണെങ്കിൽ വരാം, പല രീതിയിൽ വരാം. അപ്പൊ നമ്മൾ മെയിൻ കാരണങ്ങളുടെ കൂടെ തന്നെ ഉള്ളതാണ് ഒന്ന് ഈ നമ്മൾ പറഞ്ഞു ജീവിതശൈലി കൊണ്ട് വരാം, ജനറ്റിക് ഫാക്ടർ ആവാം, ബയോളജിക്കൽ ഫാക്ടർ, സോഷ്യൽ ഫാക്ടർ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടെയുള്ളതാണ് നമ്മുടെ സ്ലീപ്പ്, അപ്പറ്റൈറ്റ്, ബൗൾ ആൻഡ് ബ്ലാഡർ സിൻഡ്രം, ദെൻ ലിബിഡോ, മെൻസ്ട്രേഷൻ വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വരരുത്. ഇനി നമുക്ക് നോക്കാവുന്നത് ഇപ്പൊ നമ്മൾ കണ്ടു കുറച്ച് കാര്യങ്ങളൊക്കെ മെന്റൽ ഹെൽത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. മെന്റൽ ഹെൽത്ത് വളരെ സ്റ്റിഗ്മ നേരിടുന്ന കാര്യം തന്നെയാണ്. ഇപ്പോഴും പലപ്പോഴും നമുക്ക് പുറത്ത് പറയാൻ ഭയങ്കര പേടിയാ. അയ്യോ എനിക്കൊരു മെന്റലി പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഡിപ്രസ്ഡ് ആണ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ആർക്കൊരു ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ വളരെ ഒതുക്കി വെക്കുന്ന ഒരു സ്വഭാവം. ആരോടും പുറത്ത് പറഞ്ഞാൽ അവർ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ അയ്യോ ആ ഫാമിലിക്ക് എന്തോ പ്രശ്നമുണ്ട്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നമ്മൾ എന്താ പറയാ, മാക്സിമം ഇതിനെക്കുറിച്ച് പറയാറില്ല, അല്ലെങ്കിൽ ഒളിച്ചു വെക്കുക. നമ്മൾ ഇങ്ങനെ വെക്കുമ്പോഴാണ് ഇത് ഭീകരമായിട്ട് മാറുന്നത്. ചിലപ്പോൾ നമുക്കൊരു സൂചി കൊണ്ട് എടുക്കാവുന്ന സ്ഥലം നമ്മൾ തൂമ്പ് കൊണ്ട് എടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് മാറ്റുമെന്ന് പറയില്ലേ, അതാണ് പറയുന്നത്. അപ്പൊ നമ്മളെപ്പോഴും നോക്കേണ്ടത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും നോക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സൊല്യൂഷനും പ്രതിവിധികൾ എന്താണ്? ഫസ്റ്റ് തുറന്ന് സംസാരിക്കുക. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഈ സ്റ്റിഗ്മ മാറ്റാനുള്ള വഴി. അല്ലാതെ നമുക്ക് ഇത് ഒരിക്കലും മാറാൻ പറ്റില്ല. ഫിസിക്കൽ എക്സസൈസ് ഒരു നല്ല വഴിയാണ് നമ്മുടെ മെന്റലി ഹെൽത്തി ആയിരിക്കാനുള്ള കാര്യങ്ങൾ. ഫിസിക്കൽ എക്സസൈസിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്? യോഗ, വാക്കിംഗ്, മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്, ഇതെല്ലാം നമ്മുടെ ഫിസിക്കൽ എക്സസൈസിൽ വരും. നമ്മളിപ്പോൾ ഡോസ് ശേഖരിക്കുന്നതൊക്കെ ഫിസിക്കൽ എക്സസൈസ്, നമ്മൾ ഓൾറെഡി ഫിസിക്കൽ എക്സസൈസ് ചെയ്യുമ്പോൾ ഡോസ് ഒക്കെ നമുക്ക് ഇതാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് നമ്മുടെ ഉറക്കം കറക്റ്റ് ആക്കുക. ഗുഡ് സ്ലീപ്പിങ്ങിന്റെ ഗുഡ് ഹാബിറ്റ് കൊണ്ടുവരാം. അതോടൊപ്പം തന്നെയുള്ളതാണ് സോഷ്യൽ സപ്പോർട്ട്. നമുക്ക് ടോക്ക് വിത്ത് ഫ്രണ്ട്സ്, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകാരോട് സംസാരിക്കാം, വീട്ടുകാരോട് സംസാരിക്കാം. അവർ തുറന്ന് സംസാരിക്കാനുള്ള വേദി ഒരുക്കി കൊടുക്കുക. ദെൻ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് സ്പിരിച്വൽ മാർഗങ്ങളിലൂടെ അവർക്ക് കുറച്ചൊക്കെ ധ്യാനം, അങ്ങനെ എല്ലാ സ്പെഷ്യൽ പോണെങ്കിൽ റിച്വൽസ് ഫോളോ ചെയ്യുക. റീഡിങ് ആവാം, ഖുറാൻ വായിക്കാം, ബൈബിൾ വായിക്കാം, ഗീത വായിക്കാം. ഇതെല്ലാം അവർക്ക് കൊടുക്കുന്ന കുറെ റിലീഫ് ഉണ്ട്. ഈ വഴിയിലൂടെ ഒക്കെ നമുക്ക് പോവാം. പിന്നെ ഇതിനൊക്കെ പുറമെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നത്? എന്തൊക്കെ രീതിയിൽ നമുക്ക് പരിഹാരവും പ്രതിരോധവും കണ്ടുപിടിക്കാൻ സാധിക്കും? ട്രിപ്പ് പോവാൻ ഇഷ്ടമാണെങ്കിൽ ട്രിപ്പുകൾ പോവാം. ഓക്കെ, ശരി. ഹേമലത മാം പറഞ്ഞു ട്രാവലിംഗ് ഓക്കെ ആണെന്ന് പറഞ്ഞു. പിന്നെ ക്ലോസ് ആയിട്ട് ആരോടെങ്കിലും നല്ല റിലേഷൻസ് കീപ്പ് ചെയ്യുന്നത്, ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഒരു ഏകാന്തമായിട്ട് പോകാതെ, ലോൺലി ആയിട്ട് പോകാതെ, യു ആർ ഏബിൾ ടു ടോക്ക് ടു സംബഡി ആൻഡ് ദാറ്റ് ഹെൽപ്സ് യു ബ്രിങ് തിങ്സ് ഔട്ട്. ഓക്കെ, സോഷ്യൽ സപ്പോർട്ടിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ നമ്മൾ ആസ്കിങ് സപ്പോർട്ട് ചോദിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണോ? നമ്മള് ഒരു പ്രശ്നമുണ്ട്. No, 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 never. ഓക്കെ, രമ്യ ഗീത പറഞ്ഞിട്ടുണ്ട് പ്ലേ ഗെയിംസ് നല്ലതാണ്. താങ്ക് യു മാം. അങ്ങനെ കുറെ ആ, കാര്യങ്ങളുണ്ട്.
പാട്ട് കേൾക്കാലോ. പാട്ട് കേൾക്കാം, മ്യൂസിക് തെറാപ്പി, അരോമ തെറാപ്പി എന്നൊക്കെ പറഞ്ഞു നമുക്ക് നല്ല, ഇപ്പൊ നമുക്ക് വീടുകളിൽ തന്നെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട് ക്ലീൻ ആയിരിക്കുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ല്, അരോമ തെറാപ്പിയിൽ കുറെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഈവൻ കുളിനറി തെറാപ്പി എന്ന് പറയും, വേറൊരു കാര്യമാണ് ഇതിന്റെ ഉള്ളിൽ കയറുന്നത്. കുളിനറി തെറാപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആ ഒരു ടെർമിനോളജി കേട്ടിട്ടില്ല, കുലിനറി തെറാപ്പി. ഇല്ല, അറിയില്ല. അത്രേ ഉള്ളൂ. നമ്മള് കുക്കിങ്ങിനുള്ള ആ ഒരു കാര്യങ്ങളിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാൻ സാധിക്കുന്നു. കുളിനറി നമുക്ക് ആ കുക്കിങ്ങിന്റെ ആ ഒരു മേഖലയിൽ ചിലപ്പോൾ നമുക്ക് ചിലവർക്ക് നല്ല രീതിയിൽ ഫുഡ് പാചകം ചെയ്ത് കൊടുക്കാൻ പറ്റും, സെർവ് ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യങ്ങളിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ ഇഷ്ടപ്പെട്ട മേഖല ഏതാണ്, ഹോബീസ് പല രീതിയിലാവും. ഇതൊക്കെ നമുക്ക് നമ്മുടെ സൊല്യൂഷനാണ്, ഇതിന് പ്രതിവിധി, മെന്റൽ ഹെൽത്തിനെ എങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകാന്നുള്ള പ്രതിവിധിയാണ് ഇതെല്ലാം. അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനം വന്ന പ്രൊഫഷണൽ ഹെൽപ്പ്, അവസാനമെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രൊഫഷണൽ ഹെൽപ്പ്. നമ്മൾ മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് നമുക്ക് സംസാരിക്കാൻ, മറ്റുള്ളവർ തുറന്ന് സംസാരിക്കാൻ. അതിനൊക്കെ പുറമേ ഉള്ളതാണ് പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക എന്നുള്ളത്. കറക്റ്റ് ആയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ട സൈക്കാട്രിസ്റ്റ് കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്യും. ഇവർക്ക് ഒരു പ്രശ്നമുണ്ട്, അവർക്ക് എവിടെ കാണണം, ആരെ കാണണം. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെയൊക്കെ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല എത്ര പേർക്ക് ഇത് നേരിട്ട് പരിചയമുണ്ടെന്ന്. സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സൈക്കാട്രിസ്റ്റ് ഉണ്ടാവാം, സൈക്കാട്രിക് സോഷ്യൽ വർക്കർ ഉണ്ടാവും, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ടാവും, പ്ലസ് ട്രെയിനേഴ്സ് എല്ലാവരും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരു കാര്യം വന്നാൽ കറക്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇങ്ങനെ നേരായ വഴിയിലൂടെ നമുക്ക് പോകാനും മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ സാധിക്കണം. ഒരു കറക്റ്റ് മാർഗത്തിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർക്കുക, ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മെന്റൽ ഹെൽത്ത്. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയാൽ ഇത് പണി പാളും. നമ്മൾ കളിക്കുന്നത് ആരുടെ ജീവിതം വെച്ചാ, മറ്റൊരാളുടെ ജീവിതം വെച്ചാണ്. നമുക്കറിയാം, ശാരീരിക അസുഖങ്ങൾ, ഇപ്പൊ പനിക്ക് ഇപ്പോൾ പാരസെറ്റമോളിൽ ഒരു ഡോസ് കഴിച്ചാൽ പോലും നമുക്ക് അതിൽ എന്തെങ്കിലും വേറെ ഇതില്ല. പക്ഷെ നമ്മൾ ഒരാളുടെ മനസ്സിലോട്ട് ഇറക്കുന്ന മുറിവുകളും മനസ്സിലോട്ട് കൊടുക്കുന്ന തിരിച്ചെടുക്കാൻ കുറച്ച് പ്രയാസപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ എപ്പോഴും മെന്റൽ ഹെൽത്തിന് എപ്പോഴും നല്ല പ്രൊഫഷണൽ ഹെൽപ്പിന് നമ്മൾ ചെയ്യുക. നമുക്കിപ്പോൾ ഒത്തിരി കോഴ്സുകളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും, പക്ഷെ നമ്മൾ ചെയ്താലും നമ്മളത് എപ്പോഴും നമുക്ക് കീപ്പ് ഇൻ ടച്ച് വിത്ത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ്, ഇവരെയൊക്കെ കീഴിലിട്ടോ ഇത് നമ്മളെപ്പോഴും ഒന്ന്, അല്ലെങ്കിൽ അവരോട് നമ്മൾ കൺസൾട്ട് ചെയ്യാനോ എല്ലാം നമ്മൾ ശ്രമിക്കണം ഈ ഒരു കാര്യം. ഇപ്പൊ നമുക്കാണെങ്കിൽ പിന്നെ ഏറ്റവും പ്രയാസമേറിയതും ഏറ്റവും എന്താ പറയാ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ് സൈക്കാട്രി. കൈവച്ചാൽ നല്ല പൈസ പോളൂ എന്തെങ്കിൽ അതേപോലെ കുറെ ഇതുണ്ട്. നമുക്കറിയാം, ഇപ്പൊ ഒത്തിരി ക്ലിനിക്കുകളുണ്ട്, ഒത്തിരി സാധനങ്ങൾ വരുന്നത്. അതോടുപോലെ തന്നെ പല രീതിയിൽ പല പേയ്മെന്റ് ആണ് ഓരോരുത്തർ ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് പോകണമെന്ന് സാധിക്കാറില്ല. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഗവൺമെന്റ് തന്നെ ഒത്തിരി സപ്പോർട്ടീവ് നെറ്റ്വർക്ക് ഉണ്ട്. ഇപ്പൊ ഇവൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി നമുക്ക് ഫ്രീ ആയിട്ട് സൈക്കാട്രിസ്റ്റ് കൺസൾട്ടേഷൻ ലഭിക്കുന്നതാണ്. അവിടെ തന്നെ നമുക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെ എല്ലാ സാധനവും കിട്ടും. പിന്നെ ഇപ്പൊ നമുക്ക് DMHP എന്ന് പറഞ്ഞിട്ട് കേരള ഗവൺമെന്റിന്റെ ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാംസ് ഉണ്ട്. അതിലൂടെ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അഡോളസെന്റിന് വേണ്ടി അഡോളസെന്റ് ക്ലിനിക് ഉണ്ട്. ഭൂമിക എന്ന് പറഞ്ഞൊരു സർവീസ് ഉണ്ട്, വൺ സ്റ്റോപ്പ് ക്രൈം സെൽ എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു ഇതാണ്, സെല്ലാണ് ഭൂമിക. ഇപ്പോ ഉണ്ടോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. കേരള ഗവൺമെന്റിന്റെ ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അതിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡൊമസ്റ്റിക് വയലൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള വിഷമങ്ങളുള്ളവർക്കും കോൾ ചെയ്താൽ ചെയ്യാവുന്നത്. പിന്നെ ടെലിമെഡിസിൻ കുറെ കാര്യമുണ്ട്, ടെലി സൈക്കാട്രി ഉണ്ട്. പിന്നെ കുടുംബശ്രീക്കാർക്ക് വേണ്ടി സ്നേഹിത എന്ന ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമുക്ക് റിസോഴ്സസ് അവൈലബിൾ ആണ്, പക്ഷെ അത് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്ന് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ ടെലിമനാസ് എന്ന് പറഞ്ഞിട്ട് നാഷണൽ ഹെൽപ്പ് ലൈൻ പ്രോഗ്രാം ഉണ്ട്. അതിന് ടോൾ ഫ്രീ നമ്പറാണ് 1800-881-4416 എന്നാണ് ഇതിന് ടെലിമനാസിന്റെ നമ്പർ. അതിലൂടെ നമുക്ക് ചെയ്താൽ നമുക്കിപ്പോ ഈവൻ മലയാളത്തിലായാലും നമ്മുടെ കംഫർട്ടായിട്ടുള്ള ലാംഗ്വേജിൽ നമുക്ക് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ ഒത്തിരി ഓൺലൈൻ കൗൺസിലിംഗ് സേവനങ്ങളും അല്ലാതെ ഫ്രീ ആയിട്ടൊക്കെ കൗൺസിലിംഗ് സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊക്കെ എപ്പോഴും ആലോചിക്കും, നമ്മളൊക്കെ മെന്റൽ ഹെൽത്തിന്റെ ഭാഗമായിട്ടും പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. എവിടെയെങ്കിലും ഒന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു കീപ്പ് ഇൻ ടച്ച് വിത്ത് ഞാൻ പറഞ്ഞിട്ട് നല്ലൊരു ടീമായിട്ട് ടച്ച് ഉണ്ടാവുക, അവരുമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം, പുതിയ നാഷണൽ പോളിസി വന്നിട്ടുണ്ട്, മെന്റൽ ഹെൽത്ത് പോളിസിയൊക്കെ ഉണ്ട്, പ്രൊഫഷണൽ പോളിസിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. അതിലൂടെയൊക്കെ നമുക്ക് എന്തൊക്കെ മാറ്റം വരാൻ സാധിക്കും. നമ്മൾക്ക് പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ അല്ലാത്തവർ ആരും തന്നെ ക്ലിനിക്കൽ കേസുകളിലേക്ക് കൂടുതൽ കൈവെക്കാൻ പോയിരിക്കുക. നമുക്ക് പറ്റുന്ന കേസുകളുണ്ട്, നമുക്ക് നോൺ ക്ലിനിക്കൽ കേസുകൾ അറ്റൻഡ് ചെയ്യുക. ഇവൻ നമുക്കൊരു LD റെമഡിയേഷൻ കൊടുക്കാൻ എളുപ്പം, പക്ഷെ LD ആണ് എന്നൊരു കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? ഇതേപോലെ നമ്മളെല്ലാം. ഹലോ
ഇല്ല, നമുക്ക് സാധിക്കില്ല. 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 പക്ഷെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. നമ്മൾ LD റെമഡിയേഷന്റെ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഞാൻ എന്തോ LD തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ LD. നമുക്ക് ഒരിക്കലും ഒരു കുട്ടിയെ IQ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റിംഗ് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് ഒരിക്കലും സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പറ്റൂല ഈ കുട്ടിക്ക് IQ ഇത്രയാണ്. അതിന് നമ്മളെപ്പോഴും സപ്പോർട്ട് തേടണം. നമ്മൾ ആലോചിക്കുക, നമ്മുടെ മനസ്സ് മറ്റുള്ളവരുടെ കയ്യിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിക്കുന്നത്. നമ്മളിപ്പോൾ കൗൺസിലിങ്ങിന് വരുന്ന ആൾക്കാരുണ്ടാവും, എല്ലാവരും എന്ന് പറഞ്ഞാൽ അതേ ഫീൽഡിലുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മൾ ഒരിക്കലും പോലും ഒരാളുടെയും ക്ഷേമത്തിന് വേണ്ടി നിൽക്കണോ അയാളെ തകർക്കാൻ വേണ്ടി നിൽക്കണോ, അത് നമ്മുടെ കയ്യിലുള്ള കാര്യമോ. നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളും മോശമായി തീരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ ഒരു നന്നായിട്ട് ഇരിക്കുമെന്ന് നമ്മൾ ആലോചിക്കുള്ളൂ. അപ്പൊ അതെപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. എന്ത് കാര്യം ചെയ്യുമ്പോഴും എല്ലാത്തിനും ദോഷമുണ്ട്, ഗുണമുണ്ട്, നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അപ്പൊ നമ്മളെപ്പോഴും അതിന്റെ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക. നമ്മളിന്ന് പ്രത്യേകിച്ച് പറഞ്ഞ പോലെ മാനസികാരോഗ്യം, മെന്റൽ ഹെൽത്ത്. എന്താണ് മെന്റൽ ഹെൽത്ത് എന്ന് ഇപ്പൊ എല്ലാവർക്കും ഏകദേശം അറിയില്ല. മാനസിക രോഗങ്ങളുടെ അഭാവം മാത്രമല്ല, നമ്മൾ മെന്റലി നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഹെൽത്തി ആയിട്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് ഉൽപാദനക്ഷമമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. നമുക്ക് ജീവിതശൈലി കൊണ്ടും മെന്റൽ ഹെൽത്തിന്റെ കാരണങ്ങളുണ്ട്. മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന നമ്മുടെ കുറച്ച് കാര്യങ്ങൾ ജീവിതശൈലി ഉണ്ട്, ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, സോഷ്യൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ പൊതുവേ പറഞ്ഞ സ്ലീപ്പ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ നോക്കുക. പിന്നെ നമുക്കറിയാം ഓരോരുത്തരും, ഞാൻ പറഞ്ഞു ഫസ്റ്റേ പറഞ്ഞു, ഓരോ 40 സെക്കൻഡിലും ഒരാൾ വീതം സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുന്നുണ്ട് അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മളെ സംബന്ധിച്ച് നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാരെ നമ്മളെല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഹെൽപ്പ് ചെയ്യാം. നല്ലൊരു രീതിയിൽ തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ഞാൻ ഒരു വീഡിയോ ഷെയർ ചെയ്യട്ടെ അർച്ചന മാം? യെസ് ഹലോ, മാം, ഷെയർ ചെയ്തോളൂ. ഞാൻ കോഹോസ്റ്റ് ആണോ? ആക്കിയിട്ടുണ്ട്, ഷെയർ ചെയ്തു. 1 മിനിറ്റ്. അയ്യോ, മാം ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമോ? ഒന്ന് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നില്ല. ഒരു മിനിറ്റ്. ആയല്ലോ അല്ലേ? ആയി. മാമിന്റെ ഷെയർ ചെയ്തു. യെസ് മാം. കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, വീഡിയോ വന്നിട്ടില്ല. അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യൂ മാം. ഇപ്പൊ കാണാമോ? ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പോഴോ? ആ ബ്രേക്ക് ദ സ്റ്റിഗ്മ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. കേഴ്സർ നീങ്ങിപ്പോയി. സ്ക്രീൻ ഷെയർ ആയി. ഷെയർ ആയോ? വീഡിയോ പ്ലേ ചെയ്താൽ മതി. സ്ക്രീൻ ഷെയർ ആയി. വീഡിയോ സ്ക്രീൻ ഷെയർ ആണ്. പ്ലേ ചെയ്യും. വീഡിയോ ഒന്നുമില്ല. ഡബിൾ ക്ലിക്ക് ഇപ്പോഴോ? സ്ക്രീൻ ഷെയർ ആയിട്ടുണ്ട് മാം, പക്ഷേ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യൂ. ബ്രേക്ക് ദ സ്റ്റിഗ്മ എന്ന് പറയുന്നതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. കേഴ്സർ അവിടെ കൊണ്ടേ വെച്ചു, അത് ക്ലിക്ക് ചെയ്തില്ല. സ്റ്റാർട്ടഡ് ഷെയറിംഗ്. അതെ, ഇപ്പൊ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിന് വോളിയം വരുന്നില്ല. ഓഡിയോ ഷെയർ ആയിട്ടില്ല. ഓഡിയോ ഉണ്ടോ അതിന്? ഇപ്പോഴോ? ഇപ്പോഴും വോളിയം ഇല്ല. ഒന്ന് ജസ്റ്റ് കാണുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ.
ഓക്കെ, സൗണ്ട് ഉണ്ടായിരുന്നല്ലേ, സോറി. ഞാനത് വീഡിയോയുടെ ലിങ്ക് അയച്ചു തരാം കേട്ടോ. ഓക്കെ. ഓക്കെ, വീഡിയോ കാണാൻ സാധിച്ചില്ല എല്ലാവർക്കും? അതെ, വീഡിയോ കാണായിരുന്നു. സൗണ്ട് കണ്ടു. സൗണ്ട് അല്ല ഇഷ്യൂ. ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് തരാം ഇത് കഴിഞ്ഞിട്ട്. അപ്പൊ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് ഏകദേശം ഒരു കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് തോന്നിയോ? യെസ്. സൗണ്ട് കേട്ടില്ലെങ്കിൽ പോലും അതെ അതെ, അതെ. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. ഓക്കെ. ഡിസ്ട്രസ്ഡ് ആയിട്ടിരിക്കുന്നതും തെറാപ്പിയുടെ കാര്യങ്ങളും ഗ്രൂപ്പ് നമ്മളെ തെറാപ്പി ചേർത്ത് പിടിക്കുക. സപ്പോർട്ട് കൊടുക്കുന്നത് മെന്റൽ സപ്പോർട്ട്. അപ്പൊ എല്ലാവരും അത് തന്നെ ഞാൻ പറയണത്. നമ്മൾ ജസ്റ്റ് ഉള്ള കാര്യം നമ്മളൊന്ന് ചേർത്ത് പിടിച്ച തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ചുറ്റുമുള്ളവർക്കുള്ളൂ. ഇവൻ നമ്മുടെ വീട്ടിലുള്ളവർക്കായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നമുക്ക് നെഗറ്റീവായിട്ട് അവരെ ഇമ്പാക്ട് ചെയ്യാൻ സാധിക്കരുത്. അവരിപ്പോ പറഞ്ഞ പോലെ നമ്മളെ നെഗറ്റീവായിട്ട് ആരും വിടാതെ പോസിറ്റീവ് ആക്കുക. നമുക്ക് അവസരമുണ്ട് എല്ലാവർക്കും. നമ്മളിപ്പോ പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ദൈവം സംസാരിക്കാനും ഇടപെടാനും ഒക്കെ കഴിവ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതനുസരിച്ച് മറ്റുള്ളവരെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. പോസിറ്റീവ് ആവുക, അവരെ നമ്മൾ ചേർത്ത് പിടിക്കുക. ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ ചുറ്റുണ്ടാവാം, നമ്മുടെ വീട്ടിലുണ്ടാവാം, നമ്മുടെ അയൽവക്കത്തുണ്ടാവാം, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവാം, അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവാം. അപ്പൊ ഇവിടെ എല്ലാവരും നമ്മൾ അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ എടുക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇന്ന് നിറങ്ങളുടെ ഉത്സവമാണ് ഹോളി. പല ആൾക്കാരും ജീവിതത്തിൽ നിറം നഷ്ടപ്പെട്ടവരാണ്. ഈ നിറം നഷ്ടപ്പെട്ടവർക്ക് നിറം കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കണോ? നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നല്ല നിറങ്ങളാവണോ നമ്മളെല്ലാവരും? ഞാനൊരു സ്റ്റോറിയും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒരു ഗുരുവിന്റെ അടുത്ത് 2 ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഗുരു അവർക്ക് 1 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇന്ന് വൈകിട്ടിനുള്ളിൽ നിങ്ങൾക്ക് മേടിക്കാം 1 രൂപ കൊണ്ട്. അപ്പോൾ അതിലൊരു ശിഷ്യൻ ആലോചിച്ചു, ഈ 1 രൂപ കൊണ്ട് എന്ത് മേടിക്കാനാണെന്ന് ആലോചിച്ചു. അയാൾ പോയിട്ട് അപ്പൊ പറഞ്ഞു, എന്തായാലും ഞാൻ എന്തായാലും 1 രൂപ കൊണ്ട് കുറെ സാധനം മേടിക്കുന്നു. അയാൾ പോയിട്ട് കുറെ വേസ്റ്റ് സാധനങ്ങൾ ആക്കി കച്ചവടക്കാരുന്ന് വേസ്റ്റ് ഒക്കെ മേടിച്ചു. റൂം നല്ല ഭംഗിയായിട്ട് നിറച്ചു. അതിൻ്റെ ഒപ്പം വേസ്റ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ മറ്റേ ശിഷ്യൻ അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ ലാസ്റ്റ് ഈവനിങ് ഗുരു വന്നിട്ട് പറയാണ്, സന്യാസി വന്നിട്ട് ചോദിക്കണ, നിങ്ങൾ എന്തൊക്കെ ചെയ്ത് ഇന്ന കാര്യങ്ങൾ. അപ്പൊ ഈ 1 രൂപ കിട്ടിയ 2 പേരുണ്ട്. ഫസ്റ്റ് പറയുന്നത്, എനിക്ക് ഈ 1 രൂപ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, 1 രൂപ കൊണ്ട് ഒന്നും കിട്ടില്ല ഇന്നത്തെ കാലത്ത്. അപ്പൊ ഞാൻ ദേ പോയിട്ട് കുറച്ച് വേസ്റ്റ് മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഇത് എന്റെ റൂം നിറയെ വേസ്റ്റ് ഉണ്ട്, വന്ന് കണ്ടോളൂ. ഇതാണ് 1 രൂപയ്ക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അപ്പൊ ഓക്കെ, ഗുരു പറഞ്ഞു, ഓക്കെ ശരി, കണ്ടു, നമുക്ക് എന്നാ അപ്പുറത്ത് പോയി നോക്കാം. അപ്പുറത്തെ ശിഷ്യന്റെ റൂമിൽ ചെന്നു. ഇവര് ചെന്ന് നോക്കിയപ്പോ ഭയങ്കര സുഗന്ധമാണ് ആ റൂമിൽ മൊത്തം. മനസ്സിലായി? അയാൾ പോയിട്ട് ഒരു ചന്ദനത്തിരിയാണ് 1 രൂപയ്ക്ക് മേടിച്ചത്. ആ ചന്ദനത്തിരി കൊണ്ട് ആ റൂം മൊത്തം സുഗന്ധപൂരിതമാക്കി. മറ്റേ ആള് 1 രൂപ കൊണ്ട് ജീവിതത്തിൽ മൊത്തം അവിടെ മൊത്തം എന്താ പറയാ ബാഡ് സ്മെല്ലാക്കി വെച്ചു. ബാഡ് സ്മെല്ലും അയാളുടെ മൊത്തം ഇതാണ്. ഇതുപോലെ നമ്മുടെ മനസ്സിലും കുറെ കടിച്ചു ചേർക്കാനുണ്ട്. നമുക്ക് സുഗന്ധം വേണമോ? നമ്മുടെ മനസ്സിലും നമ്മുടെ ചുറ്റുമുള്ളവർക്കും എന്താ വേണ്ടത് നമുക്ക് ആലോചിക്കുക. നമുക്ക് അതിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു മെന്റൽ ഹെൽത്ത് ആശംസിക്കുന്നു. എന്നും എപ്പോഴും മെന്റലി ഹെൽത്തി ആയിരിക്കട്ടെ. താങ്ക് യു. താങ്ക് യു രശ്മി മാം. രശ്മി മാം പറഞ്ഞ ഈ ഒരു വിഷയത്തിൽ ഉറപ്പാണ് എല്ലാവർക്കും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടാവും ഈ ഒരു വിഷയമായതുകൊണ്ട്. അപ്പൊ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതും ഫീഡ്ബാക്കും എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറയാവുന്നതാണ്. എസ് പി മാം, വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. മെന്റൽ ഹെൽത്ത് എന്താണെന്നും അതിന്റെ പ്രശ്നങ്ങൾ അതിന്റെ ഇമ്പോർട്ടൻസും പിന്നെ അതിന്റെ പ്രശ്നം, അതിന്റെ കോസസ് എന്തൊക്കെയാണെന്നും പിന്നെ അതിന്റെ പ്രതിവിധികൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ അതിനെ ഡീൽ ചെയ്യേണ്ടതെന്നും ഒക്കെ പറഞ്ഞു തന്നു. പിന്നെ ആ വീഡിയോ കാണിച്ചതും ഒക്കെ ശബ്ദം ഇല്ലാതെ പോയെങ്കിലും നമുക്കത് കാണാൻ പറ്റി. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ ആ ടോപ്പിക്ക് കവർ ചെയ്തു. പിന്നെ ഈ കോസസിന്റെ കൂട്ടത്തിൽ എനിക്കൊന്ന് ആഡ് ചെയ്യാനുള്ള, നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസും ഇതിനകത്തൊരു ഫാക്ടർ ആണല്ലോ. അപ്പൊ നമ്മള് കുഞ്ഞുങ്ങളെ അവർക്ക് നല്ല ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഒരു രീതിയിൽ അവരുടെ മെന്റൽ ഹെൽത്ത് നന്നായി മുന്നോട്ട് വരികയും അവരുടെ ലൈഫ് തന്നെ ബെറ്റർ ആവുകയും ചെയ്യാനായിട്ടുള്ള നല്ല സാധ്യതയാണ്. ഇപ്പൊ ഈ കോണ്ടാക്ട് ഡിസോർഡറും അല്ലെങ്കിൽ അവര് ഏകാന്തത അനുഭവിക്കുന്നതും അല്ലെങ്കിൽ അവർ നല്ലതായിട്ട് കെയർ ചെയ്യാത്തതും ഒക്കെ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർക്ക് അതൊരു പ്രശ്നമായിട്ട് വരും. അവരുടെ മെന്റൽ ഹെൽത്തിനെ അത് അഫക്റ്റ് ചെയ്യുമല്ലോ. സോ വി ആസ് അഡൾട്ട്സ് അല്ലെങ്കിൽ പേരൻസ് അല്ലെങ്കിൽ those who look after children, we need to ensure that we give good experiences to children and to help them have a good mental health when they are still young, so that when they grow up as adults, they can also be good contributors in the society. അല്ലേ? അപ്പോൾ എനിവേ, താങ്ക് യു വെരി മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മാം. ആഡ് ചെയ്തതിന് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, ബയോളജിക്കൽ സോഷ്യൽ ഫാക്ടേഴ്സിലൊക്കെ വരുന്നു. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പോയില്ല.
ഓക്കെ മാം, എന്തായാലും നമുക്ക് ഇനി ഞാനത് ഇൻക്ലൂഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും. താങ്ക് യു മാം. ഓക്കെ. രശ്മിജി, എന്നെ നിങ്ങൾക്ക് പരിചയം കാണത്തില്ല. ഇല്ല, ഞാൻ ഞാൻ അമേരിക്കയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സർ. ഞാൻ മെഡിക്കൽ ഡോക്ടറാണ്. MBBS 1974 കംപ്ലീറ്റ് ചെയ്ത ആളാണ്. അപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ എന്റെ ഓക്കെ, പ്രായവും എന്റെ എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണെന്നുള്ളത്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിലും അമേരിക്കയിലായിട്ടായിട്ട് അമേരിക്കയിൽ തന്നെ സെറ്റിൽ ചെയ്തിട്ട് തന്നെ മോർ ദാൻ 30 years ആയി. ഞാനൊരു 3 മിനിറ്റിൽ കൂടുതൽ സമയം എടുക്കത്തില്ല ഈ ഓക്കെ ടോപ്പിക്ക്. സർ, എനിക്ക് പറഞ്ഞോളൂ. മെയിൻ വെച്ചാല് ഞങ്ങൾ കാണുന്ന രോഗികളിൽ ഒരു 80% ഓഫ് ദർ പ്രോബ്ലംസ് ആർ ഫിസിക്കൽ ആയിരിക്കാം സിംറ്റംസ്, പക്ഷെ അതിന്റെ ബാക്കിൽ ഉള്ളതെല്ലാം മെന്റലാണ്, സൈക്കോസൊമാറ്റിക് പ്രോബ്ലംസ് ആണ് വളരെ കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇനി അമേരിക്കയിലുള്ളതും നമ്മുടെ നാട്ടിലേതും കൂടെ വ്യത്യാസം കൂടെ പറയാം. അതും കൂടെ പറഞ്ഞേ പറ്റൂ എനിക്ക്. ഞങ്ങൾ MBBS പഠിക്കുമ്പോൾ 1972 2 മാസം മെന്റൽ ഹോസ്പിറ്റലിൽ പോസ്റ്റിംഗ് ഉണ്ട്. നേരത്തെ പറഞ്ഞ കുതിരവട്ടത്തല്ല, തിരുവനന്തപുരത്തുള്ള ഊളംപാറയിൽ 2 മാസം. ആ സൈക്കാട്രിക് പോസ്റ്റിംഗിൽ കണ്ടിട്ടുള്ള കാര്യം, ഒരു 3 മണിക്കൂറുള്ള OPയിൽ 25 രോഗികളെയാണ് സൈക്കാട്രിസ്റ്റ് കാണുന്നത്. 3 മണിക്കൂർ 25 രോഗികൾ. ഒരു രോഗിക്ക് 10 മിനിറ്റ് പോലും നേരെ കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെ അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയൊരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കൺസൾട്ടേഷൻ മിനിമം. റിപ്പീറ്റ് ഫോളോ അപ്പിന് വരുന്നവർക്ക് 30 minutes. എന്തുകൊണ്ട് ഞാൻ ഇത്രയും വിവരിച്ച് പറയാനുള്ള കാരണം വെച്ചാൽ ഇത് ഒരു മെഡിക്കൽ ആയിട്ടുള്ള ഒരു പനി, ചുമ, വേറെ ആരുടെയും ഒന്നും ഇൻപുട്ട് വേണ്ട. വീട്ടിലുള്ളവർക്ക് ആരും ചോദിക്കേണ്ട ആവശ്യമില്ല, ഒന്നും വേണ്ട. എക്സാമിൻ ചെയ്യുന്നു, ഡയഗ്നോസ് ചെയ്യുന്നു. പക്ഷെ മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസിന് അതിന് കാരണം വീട്ടിലെ പല പ്രശ്നങ്ങളായിരിക്കും. ഹസ്ബൻഡ്, വൈഫ്, വർക്ക് റിലേറ്റഡ്. അപ്പൊ അവിടെ ഹിസ്റ്ററി എടുക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കും. അങ്ങനെയുള്ളപ്പോൾ ഹിസ്റ്ററി എടുക്കുന്നില്ല. അപ്പൊ അവിടെ നടക്കുന്ന എന്താണ്? നമ്മുടെ നാട്ടില് വന്നു ഉടനെ ഒരു മരുന്ന് അങ്ങ് എഴുതി കൊടുക്കുക. സൈക്കാട്രിസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ദേ പ്രിസ്ക്രൈബ് എ മെഡിസിൻ. ഡിപ്രഷൻ നേരത്തെ പറഞ്ഞ പോലെ, ഫോർ യുവർ ഇൻഫർമേഷൻ, ഇന്ത്യ എന്ന രാജ്യത്ത് 28 സ്റ്റേറ്റ് എന്നാണ് എൻ്റെ ഓർമ്മ, അതോ 29 എനിക്ക് അറിഞ്ഞൂടാ ശരിക്കും. അവിടെ 20% ഓഫ് ദി ഈ മെഡിസിൻസ് ഫോർ ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇൻസോംനിയ വിൽക്കുന്നത് ഒരേ ഒരു സംസ്ഥാനത്താണ്. 20%. ആ സംസ്ഥാനം പ്രബുദ്ധ കേരളം. ഇവിടെ നേരത്തെ പറഞ്ഞ എഡ്യൂക്കേറ്റഡ് എന്ന്, നോ, ഇവിടെ ലിറ്ററസി ഉണ്ട്. വി ആർ കൺഫ്യൂസിങ് ലിറ്ററസി വിത്ത് എഡ്യൂക്കേഷൻ. ആൻഡ് ഏറ്റവും കൂടുതൽ ആങ്സൈറ്റി ലിറ്ററസി കൊണ്ട് ദോഷം വരുന്നത്, നേരത്തെ 1-2 തവണ ഈ ടോക്കിൽ തന്നെ ചോദിച്ചു, ഗൂഗിൾ ആരെങ്കിലും ചെക്ക് ചെയ്യാത്തവരുണ്ടോ, ഗൂഗിളിന്റെ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചതുപോലെ. ഞാനിവിടെ അമേരിക്കയിലാണെങ്കിലും ഞാൻ ദിവസവും ഒരു 3 മണിക്കൂർ നാട്ടിലുള്ള എൻ്റെ മെഡിക്കൽ ഫ്രണ്ട്സും മെഡിക്കൽ അല്ലാത്ത ഫ്രണ്ട്സുമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് ഐ എം ഫുള്ളി അവെയർ ഓഫ് വാട്ട് ഇസ് ഗോയിങ് ഓൺ ദെയർ. ഇന്നിപ്പോൾ ഒരു ചെറിയ സിംറ്റം വന്നാൽ ഗൂഗിൾ നോക്കിയിട്ട് അവിടെ തന്നെ ഒരു തലവേദന, അതിൽ ഒരു ലിസ്റ്റ് ഓഫ് കണ്ടീഷൻസ് കാണും. അതിൽ ഒരു കണ്ടീഷൻ ഗൂഗിൾ കംപ്ലീറ്റ് എഴുതിയേ പറ്റൂ. ബ്രെയിൻ ട്യൂമർ ആയോ? ആങ്സൈറ്റിയും ഫിയറും വന്നോ? വന്നു. ഉള്ള സമാധാനം പോയോ? പോയി. എന്നിട്ട് ആശുപത്രി പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കോർപ്പറേറ്റ് സെക്ടർ ഹോസ്പിറ്റൽസ് ആണ്. അവരവിടെ വെച്ചിരിക്കുന്നത് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടല്ല, ലാഭം ഉണ്ടാക്കാനാണ്. So they will order all sorts of unnecessary, costly investigations. That is what is happening. ഇത്രയും മാത്രം ഞാൻ പറയുന്നത് വെച്ചാൽ ബാക്കിയുള്ളവർക്കും സംസാരിക്കാനായിട്ടുള്ള അവസരം കൊടുക്കണമെന്നാണ്. ഐ ഡോണ്ട് വാണ്ട് ടു മൊണോപ്പൊളൈസ്. ഞാൻ ഡോക്ടർ ഗൂഗിൾ ഈസ് ഡോക്ടർ ഫിയർ എന്ന് പറഞ്ഞൊരു ടോക്ക് 2 ആഴ്ച മുമ്പ് കൊടുത്തു. അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഡോക്ടർ ഗൂഗിൾ ഈസ് ഡോക്ടർ ഫിയർ. എല്ലാ വ്യാഴാഴ്ചയും ഞാൻ ഒരു വെബിനാർ നടത്താറുണ്ട് രാത്രിയിൽ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. സാർ പറഞ്ഞത് ഒത്തിരി ശരിയായിട്ടുള്ള കാര്യം. ഇപ്പൊ നമുക്കറിയാം,
നമുക്ക് സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിൽ ചെന്നാൽ അറിയാവുന്ന കാര്യമാണ്. ഇതേപോലെ തന്നെ ഒത്തിരി പേഷ്യൻസ് ഉണ്ടാവാം. പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ വ്യത്യാസങ്ങളുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വിങ് കഴിഞ്ഞുണ്ട്, നല്ലൊരു വിങ് ഉള്ളതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനിപ്പോൾ ഇൻപേഷ്യൻസ് ആണെങ്കിൽ അവരെ നോക്കാനുള്ള ഒരു ഇൻപേഷ്യൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ടെലിമെഡിസിൻ എന്ന് പറഞ്ഞിട്ട് കുറേ സാമൂഹിക ഓരോ ഏരിയകളിലും ഓരോ മനഃശാസ്ത്ര എന്താ പറയുക ആ ഒരു വണ്ടിയിൽ പോയിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ഗവൺമെന്റിൽ കുറെ കാര്യം. പക്ഷെ നമ്മളിതൊന്നും പലപ്പോഴും അറിയുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റിഗ്മ നിൽക്കുന്നതുകൊണ്ട് പിന്നെ എത്രയും പെട്ടെന്ന് സൈക്കാട്രിസ്റ്റിനെ കണ്ട മരുന്ന് എഴുതി വീട്ടിൽ പോവാന്നുള്ളതുകൊണ്ട് ബാക്കി ഒരു ഡിപ്പാർട്ട്മെന്റിൽ കയറാൻ നോക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് പറഞ്ഞ വളരെ നല്ല കാര്യങ്ങളാണ്. താങ്ക് യു സർ. രശ്മി മാം, വളരെ നല്ലൊരു സെഷനായിരുന്നു. മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടും അതിൻ്റെ പ്രോസസ്സിനെ കുറിച്ചിട്ടും അത് എന്തൊക്കെ ഹെൽപ്പാണ് അല്ലെങ്കിൽ എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് എടുക്കേണ്ടതിനെ കുറിച്ചിട്ടും ഒക്കെ വളരെ നല്ലൊരു അവയർനെസ് ആണ് തന്നത്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ ഞാനിപ്പം ഈ വേണു സാറ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഞാനിപ്പം ഈ പറഞ്ഞ മാതിരി ഇന്നസെന്റിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴേ ഒരു സർവൈവ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിനകത്ത് എനിക്ക് തോന്നണ്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പം സെലിബ്രിറ്റീസ് ഒക്കെ ആകുമ്പോഴത്തേനും അവർക്ക് കുറച്ചും കൂടി നല്ല എന്താ ട്രീറ്റ്മെന്റ് കിട്ടാനുള്ള ഒരു വകുപ്പ് ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് പൊളിറ്റീഷ്യൻസ് ആയാലും സെലിബ്രിറ്റിയിലായാലും അവർക്ക് അമേരിക്കയിൽ എവിടെ പോകണമെങ്കിലും അവർക്ക് പ്രശ്നമില്ല, അവർക്ക് അത് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്ന് ആ ഒരു ട്രോമയിൽ നിന്ന് അവർ ഒരു വിഡ്രോ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കോപ്പപ്പ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അത് വെച്ചാൽ ആ ട്രീറ്റ്മെന്റ് അവർക്ക് അത്ര അവൈലബിൾ അല്ലല്ലോ. അപ്പോൾ അവർ ഈ തരത്തിലുള്ള ഒരു ട്രോമയിലേക്ക് പോകാൻ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിലേക്ക് ഇഷ്യൂസിലേക്ക് പോകാൻ വഴിയില്ലേ? ഉണ്ട് മാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ എല്ലാവരും അങ്ങനെയെന്ന് പറയില്ല. ഇപ്പൊ ഈവൻ നമ്മൾ സാമ്പത്തികം മാത്രമല്ല ഒരു മെന്റൽ ഹെൽത്തി ആയിരിക്കുന്ന ഒരു ഘടകം. ഇപ്പൊ നമുക്ക് കുറച്ച് നാൾ മുമ്പ് എനിക്ക് എന്റെ പേഴ്സണൽ ഫ്രണ്ടാണ് ഒരു അജ്ന എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. എറണാകുളത്താണ്. ഇപ്പൊ 2-3 വർഷം മരിച്ചിട്ട്. അജ്നയുടെ ഒരു ലൈഫ് സ്റ്റോറി നിങ്ങളൊന്ന് അടിച്ചു വെക്കില്ല. അജ്ന സ്റ്റോറി ഓഫ് അജ്ന എന്ന് പറയുന്നത് നോക്കിയാൽ മതി. ആ കുട്ടി മരിച്ചു ആള്. പക്ഷേ ക്യാൻസർ വന്നിട്ട് എങ്ങനെ നോക്കി അതിനെ പിടിച്ചു നിന്നു. അങ്ങനെ കുറെ കാര്യമുണ്ട്. എന്ന് വെച്ചാൽ വളരെ ഒരു ക്യാൻസർ മുഖത്ത് ക്യാൻസർ വന്നതല്ലേ? യെസ്, ആ ഫേസിൽ ഞാൻ ക്യാൻസർ വന്നിട്ട് കണ്ടായിരുന്നു. എന്റെ കൂടെ തന്നെ ഒരു കുട്ടിയായിരുന്നു. എന്താ പറയാ, നമ്മൾ പലപ്പോഴും നമുക്ക് അടുത്തിടപെട്ടുള്ള കൊച്ചാണ്. പക്ഷെ ആള് എങ്ങനെയാണ് സർവൈവർ അല്ല, ക്യാൻസർ വന്നു മരിച്ച ഒരാള്. പക്ഷെ ആള് ഓരോ സ്റ്റേജിലും ക്യാൻസർ ആളുടെ ഇവൻ നോക്കൂ, ജീവിതത്തിൽ നെറ്റ് കിട്ടിയ ഒരു ദിവസമാണ് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്ത് അറിയണത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 27-26 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിതം മാറ്റിമറിച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയണത് എന്തായിക്കോട്ടെ, ഏത് രോഗാവസ്ഥ ആയിക്കോട്ടെ, സെലിബ്രിറ്റിയുടെ നമ്മുടെ മൈൻഡ് നമ്മുടെ കയ്യിലെടുക്കുന്ന കാര്യം. അത് ഇപ്പൊ ക്യാഷ് ഇവിടെ ഒരു ഘടകം തന്നെയാണ്. നല്ല ചികിത്സ കിട്ടണമെങ്കിൽ കാശുള്ളവർ കുറെ ചികിത്സ ചെയ്യുന്നു. പക്ഷെ അവിടെ ഇപ്പൊ കാശ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കറിയാം. അടുത്ത് തന്നെ നമ്മുടെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചെയർമാന്റെ ഒരു കാര്യമുണ്ട്. കാശുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ജീവിതത്തിൽ പല രീതിയിൽ ഈവൻ കഫേ കോഫിയുടെ ഓണർ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവർക്ക് എല്ലാവർക്കും കാശുണ്ടായിരുന്നു, ഇവരെല്ലാവരും കാശിന് പുറത്തിരിക്കും. അപ്പൊ അതൊക്കെ സാമ്പത്തികം എന്നുള്ളത് മെന്റൽ ഹെൽത്തിന്റെ ഒരു ഘടകമല്ല. സാമ്പത്തികം ഉണ്ടെങ്കിൽ നമുക്ക് ചികിത്സ നന്നായിട്ട് ഉറപ്പാക്കാം. പക്ഷേ ഏറ്റവും നന്നായിട്ടിരിക്കുന്ന മെന്റലി ഹെൽത്തി ആയിരിക്കും. അത് ഇങ്ങനെ ഏറ്റവും നല്ലൊരു ഘടകം എന്ന് പറയാൻ പറ്റുള്ളൂ. മെന്റലി ഹെൽത്തി അല്ല, എനിക്ക് എത്രത്തോളം എന്നെ മറ്റുള്ളവർ ഇപ്പൊ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്താലും ഞാൻ വിചാരിക്കുക എനിക്ക് വയ്യ, ഞാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചാൽ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ തീരുമാനമാണ് ഏറ്റവും വലുത്, നമ്മുടെ കൂടെയുള്ളവര്. അപ്പൊ അതാണ്, സാമ്പത്തികം ഒരു ഘടകം തന്നെയാണെന്ന് ഞാൻ പറയുന്നു. അതോടൊപ്പം തന്നെ എടുത്തു വെക്കേണ്ട കാര്യങ്ങൾ അത് ചെറിയൊരു ഘടകം മാത്രമായിട്ട് വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു മാം. എന്തായാലും ലക്ഷ്മിജി ഒരു പറഞ്ഞപ്പോ സോറി, സാമ്പത്തികത്തെ കുറിച്ച് പറഞ്ഞ കാരണം ആ CCD അതിന്റെയും സിദ്ധാർത്ഥ ഇതിന്റെയും പിന്നെ ഇപ്പോഴത്തെ ആ റോയ് രണ്ടുപേരുടെ ഇതും കൂടെ പറഞ്ഞ സ്ഥിതിക്ക് ഒരിത് പറയാം. അതായത് പൈസ എല്ലാം ഉണ്ട്, എയർ കണ്ടീഷൻ റൂമാണ്, ഡൺലപ്പ് മെത്തയാണ്, എന്നിട്ടും ഉറക്കമില്ലാതെയാണ് കഷ്ടപ്പെടുന്നവരാണ് ഒരുപാട് പേരുള്ളത്. ഇൻസോമിനിയ, സ്ലീപ്പിംഗ് പില്ലും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾ ഇതിനെ നോക്കിയാൽ മതി, ഭിക്ഷക്കാരൻ റോട്ടിൽ ഒരു മെത്തയില്ല, തലയിടയില്ല, ഒന്നുമില്ല, സുന്ദരമായിട്ട് കിടന്ന് ഉറങ്ങുന്നത് അതാണ് മറ്റേ സർ റെയിൽവേ ഞാൻ സ്റ്റേഷനിലെ പറഞ്ഞത്. റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ. കാര്യം അറിയാം, മെന്റൽ ഏറ്റവും ഇമ്പോർട്ടന്റ് വെച്ചാൽ അവർക്ക് വൊറീസ് ഇല്ല, ആങ്സൈറ്റീസ് ഇല്ല. വൊറീസും ആങ്സൈറ്റിയും ഭിക്ഷക്കാരന് ഇല്ല. അവൻ ഉള്ളത് കൊണ്ട് മതി. വലിയ അത്യാഗ്രഹങ്ങളില്ല, ആഗ്രഹങ്ങൾ പോലും വളരെ ലിമിറ്റഡ് ആണ്. ദാറ്റ് ഇസ് ദി മെയിൻ റീസൺ. ഓക്കെ സർ, നമ്മൾ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. നമുക്ക് നോക്കാം അടുത്ത ആളുടെ. ഗുഡ് ഈവനിങ് ഡിയേഴ്സ്. ഗുഡ് ഈവനിങ് ഹേമലത മാം. മാം വളരെ നല്ലൊരു ടോപ്പിക് നന്നായി പ്രസന്റ് ചെയ്ത് അതിന്റെ എല്ലാ വശങ്ങളും പറഞ്ഞു.
ഒന്നും അങ്ങനെ വിട്ടുപോയില്ല. ഉള്ള സമയത്തിനുള്ളിൽ 10-40 മിനിറ്റിനുള്ളിൽ എല്ലാ കാര്യങ്ങളും തന്നെ ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് പിന്നീട് വരുന്ന റിവ്യൂസും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആവും. ഓരോരോ വിഷയങ്ങളും ഓരോ ടോപ്പിക്കും വിട്ടുപോയതും അല്ലാത്തതുമായിട്ട് എല്ലാവരും പറയുന്നത് കൊണ്ട് തന്നെ ഈ കേൾക്കുന്ന 1 മണിക്കൂർ നമുക്ക് ഒത്തിരി വേർത്താണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എനിക്കും പറയാനുള്ളൂ. സാമ്പത്തികത്തെക്കാളും ബാക്കി എല്ലാത്തിനേക്കാളും ഏറ്റവും പ്രധാനം മെന്റൽ ഹെൽത്ത് ആണ്. മാനസികാരോഗ്യം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും മീൻസ് ഈ ക്യാൻസർ പോലെയുള്ള ഒരു രോഗമൊക്കെ വന്നാൽ ഇതുപോലെ പിടിച്ചു നിൽക്കുക മാക്സിമം എന്നേ ഉള്ളൂ. അല്ലാതെ മാനസികം മാത്രം നോക്കിയാൽ നമുക്ക് അതിനകത്ത് സാമ്പത്തികമോ അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസോ ബാക്കിയൊന്നും അല്ല. അതിനേക്കാളെല്ലാം ഏറ്റവും പ്രധാനം മാനസികാരോഗ്യമാണ്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ ലൈഫ് പോയി. അവർക്കത് തിരിച്ചു പിടിക്കാനുള്ള കഴിവ് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പറയാം. ഓക്കെ, Amen. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു. ഇപ്പൊ രശ്മി മാം വളരെ മനോഹരമായി തന്നെ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തു. അല്ല, ഈ പറഞ്ഞ മാതിരി ഹേമലത മാം പറഞ്ഞത് മാതിരി 40 മിനിറ്റ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയമാണ്. ഇത്തരത്തിലൊരു വിശാലമായ ഒരു വിഷയം എത്ര വേണമെങ്കിലും ഇൻപുട്സ് ഇതിലേക്ക് കൊണ്ടുവരാം. എന്തൊക്കെ എക്സാമ്പിൾസ്, സ്റ്റോറീസ്, ലൈഫ് എല്ലാവരുടെയും എന്തും പങ്കുവെക്കാവുന്ന ഒരു ഏരിയ തന്നെയാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അതും ഏറ്റവും കൂടുതൽ ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ് അല്ലെ. അതിൽ അതെ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ച് ഒരു കൾണറി ഹാബിറ്റ്സ് കൊണ്ട് പോലും നമുക്ക് സന്തോഷം ഉണ്ടാക്കാൻ പറ്റും അല്ലെ. വെച്ച് വിളമ്പി കൊടുത്ത് നമുക്ക് സന്തോഷം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടി അതിൽ ആഡ് ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. പലപ്പോഴും ആൾക്കാർ എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ അങ്ങ് എന്തെങ്കിലുമൊക്കെ പോയി കിച്ചണിൽ അങ്ങ് കുക്ക് ചെയ്യും, യൂട്യൂബിൽ നോക്കി സ്പെഷ്യലൊക്കെ കുക്ക് ചെയ്യും എന്ന് പറയും ആൾക്കാർ. അതും ഒരു ഡോപ്പമൈൻ ഇൻക്രീസ് ചെയ്യാനും അതൊരു ഹാപ്പിനെസ് കൂട്ടാനുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ആൾക്കാരുടെ ഇടയിലൊക്കെ അറിവ് മീൻസ് അറിയാൻ വേണ്ടിയിട്ട് അറിയുമെങ്കിൽ പോലും ഒന്നും കൂടി നമ്മളെ ഭൂമിക്കുകയും അതുപോലെ തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഇടയിൽ ചർച്ചയാവുന്ന ടെലിമാനസിനെ കുറിച്ചും പറഞ്ഞു അല്ലെ. ഒരു ഫ്രീ സർവീസ് ആണത്. അപ്പൊ അതിനെക്കുറിച്ചും അതിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഇതിനോട് കണക്ട് ചെയ്തിട്ടുള്ള ആ യൂട്യൂബ് ലിങ്കും കാര്യങ്ങളും മാമിന് ഞാൻ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പൊ അവിടെ ഷെയർ ചെയ്തോളൂ. കാരണം ഇവിടുന്ന് ഒരു പക്ഷേ ചാറ്റ് എല്ലാവരും ശ്രദ്ധിച്ചു എന്ന് വരില്ല. കുറച്ച് പേര് ചിലപ്പോൾ ലെഫ്റ്റ് ആയിട്ടുണ്ടാവും വേറെ ക്ലാസ്സുകളൊക്കെ കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നല്ലൊരു ഇൻട്രോ തന്ന സൂസൻ മാമിനും അതുപോലെ തന്നെ ഈ വിഷയം നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത രശ്മി മാമിനും അതോടൊപ്പം അനുഭവങ്ങളും ഫീഡ്ബാക്കുകളും എല്ലാം പങ്കുവെക്കാൻ സാധിക്കാത്ത ഇത്രയും നേരം നമ്മുടെ കൂടെ ഈ ഒരു ചുരുങ്ങിയ സമയത്ത് നിന്നവർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനി മറ്റൊരു ട്രെയിനറുമായി വെള്ളിയാഴ്ച നമുക്ക് വീണ്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒത്തുകൂടാം. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ജോയിനിങ് ആൻഡ് ഗുഡ് നൈറ്റ്. Thank you, ma'am. Thank you all. Thank you very much. Thank you. you.